എന്ന് അവരവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇത് ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടാവാം, കോൺഗ്രസുകാരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം. ഈ എല്ലാ പാർട്ടിക്കാരും ജമാഅത്തെ ഇസ്ലാമി അപകടകാരികളാണെന്ന് പറയുന്നവരാണ്. ഇടതുപക്ഷം വളരെ ശക്തമായ ഭാഷയിൽ പറയാറുണ്ട്. മുസ്ലിം ലീഗ് ഇന്നും ആ നയം ഉണ്ട് എന്ന് ഇതാ ഇന്നലെയുള്ള ചന്ദ്രികയിലും മുനീറിന്റെ റിപ്പോർട്ട് ഇതിൽ വ്യക്തമായി പറയുന്നു. കോൺഗ്രസുകാര് വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ പറയാറുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയക്കാര് പോലും പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന് മറ്റുള്ള മതസ്ഥരുടെ ഇടയിൽ ഇസ്ലാമിൽ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ചെറിയ രീതിയിലെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ അധികം അപകടം പിടിച്ച വാദങ്ങളുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ എന്തിനാണ് ചേളാരി സമസ്ത ഇപ്പോൾ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ചേളാരി സമസ്ത ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിഡൻ അജണ്ടകൾ ചെറുതല്ല. ഇത് കേവലം ഒരു ആരോപണമല്ല, വസ്തുതകളാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളത്. സമസ്ത രണ്ടായി പിളർന്നതിന്റെ ശേഷം സമസ്തയുടെ 85-ാം വാർഷികം നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ ജില്ലാ ഖാദിയും മണ്ണാർക്കാട് മേഖലയിൽ പരിശുദ്ധ ഇസ്ലാമിക ആദർശ പ്രചാരണ രംഗത്ത് നമുക്ക് ആവേശമായി നേതൃത്വം നൽകുന്ന ഷെയ്ഖുന അലി ഉസ്താദ് അവറുകൾ കടന്നുവരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഈ ജമാഅത്തെ ഇസ്ലാമി ചേളാരി സമസ്തയുമായിട്ടുള്ള ബന്ധം ചെറുതല്ല. അവരുടെ 85-ാം വാർഷിക സമ്മേളനം 4 ദിവസമാണ് അവർ ആ പാടത്ത് നടത്തിയത്. അതിലെ ചർച്ചാ വിഷയമൊന്നും ഞങ്ങൾ പറയുന്നില്ല. AP ഉസ്താദിന്റെ പച്ചത്തെറി, ഒരു മുടിയും, ഇതാണല്ലോ അവർക്ക് ആകെ പറയാനുള്ള മാറ്റർ. ആഗോള മുസ്ലിമീങ്ങളെ വിഷയം അവർ ചർച്ച ചെയ്യാറില്ല. അവർക്കിട്ട് അത്തരം വിഷയങ്ങൾ അറിയാറുമില്ല. അതിരിക്കട്ടെ, ആ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ സമ്മേളന നഗരി സന്ദർശിക്കുന്നു. അവിടെ മാത്രമല്ല സഹോദരങ്ങളെ, ജമാഅത്തിന്റെ നേതാക്കന്മാർ പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ചേളാരി സമസ്തയിലെ മൊയ്ലിയക്കന്മാർക്ക്. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവിക അദാബുകളൊന്നും കൂടാതെ സമ്മേളനം റാഹത്താകട്ടെ. അപ്പൊ ചേളാരി കമ്പനിയിലെ മൊയ്ലിയക്കന്മാര് ആമീൻ എന്ന് ഉത്തരം പറയും. അല്ല മൊയ്ലിയന്മാരെ, ജമാഅത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാനാ സമസ്ത ഉണ്ടാക്കിയത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് എത്ര വിരോധാഭാസമാണ്. ഇനി ആ സമ്മേളന നഗരിയിൽ ജമാഅത്തുകാരുടെ പുസ്തകമേള, IPH പുസ്തകമേള, മുജാഹിദിന്റെ പുസ്തകമേള. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാ കൂട്ടരെ സമസ്ത ഉണ്ടാക്കിയത്? എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ഈ മുജാഹിദിന് ജമാഅത്തിന്റെ ഒക്കെ ബുക്ക് പഠിപ്പിക്കാനാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്? നിങ്ങൾ പറയണം, ഇത് നിങ്ങളെ സമ്മേളനത്തിൽ നിങ്ങൾ ചെയ്തതല്ലേ? കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സകല വിവാദങ്ങളിലും ഊർജം പകർന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട് അത് കേരള മുസ്ലിമീങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം കാണാം എന്റെ സഹോദരങ്ങളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ അവരുടെ സമ്മേളന നഗരി സന്ദർശിക്കുന്ന ഫോട്ടോയും, അതേപോലെ ചേളാരി സമസ്തന്റെ 85-ാം വാർഷികത്തിൽ ജമാഅത്തേരെ ബുക്കുവേള, മുജാഹിദിന്റെ പുസ്തകശാല കച്ചവടത്തിനുള്ള പുസ്തകശാല, അതേപോലെ ചേളാരി സമസ്തയിലെ ഒരു കഥയില്ലാത്തൊരു മൊയ്ലിയരുണ്ട്,
മന്ത്രിമാരെ കൈവെട്ടാനും എല്ലാരും മൂല്യമാര് പണിയെടുത്താ പോലെ. രാഷ്ട്രീയക്കാരെ കൈവെട്ടലൊക്കെ മൂല്യമാരെ പണിയാ. നിങ്ങൾ ആലോചിച്ചോളാം, അത്ര കഥയേ ഉള്ളൂ. ആ ഒരു മൊയ്ലേര് അവരുടെ കൂടാരത്തിലുള്ള ആ മുസ്ലിയാരെ ഫോട്ടോ വരുന്നത് എവിടെയാണെന്നറിയോ? സമസ്തയുടെ സോവനീറിലല്ല. എവിടെയാ വരുന്നത്? മുജാഹിദിന്റെ സമ്മേളന സോവനീറിൽ. ഇവരുടെയൊക്കെ നേതാക്കളെ ഫോട്ടോ നിങ്ങളെ കൂടാരത്തുനിന്ന് 81-ന് 89-ൽ എന്തിനാ താജുൽ ഉലമ തങ്ങൾപ്പാപ്പ ഇറങ്ങിയതിപ്പോ തിരിഞ്ഞോ? നിങ്ങൾക്ക് ഇനി തിരിയില്ലെങ്കിൽ നിങ്ങൾ നട്ടം തിരിഞ്ഞോണ്ടേയിരിക്കണം. ഇതുകൊണ്ടാണ് മഹാനായ താജുൽ ഉലമ തങ്ങൾപ്പാപ്പയ്ക്ക് നേരത്തെ തന്നെ ഇങ്ങോട്ട് പടിയിറങ്ങിപ്പോന്നത്. കേട്ടോളൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സമസ്ത സമ്മേളന നഗരിയിൽ ജമാഅത്ത് മുജാഹിദുകൾക്ക് സ്റ്റാൾ അനുവദിച്ചു നൽകി. ജമാഅത്ത് പ്രതിനിധികൾ സമ്മേളന നഗരി സന്ദർശിച്ചതും സമസ്ത പ്രതിനിധികൾ സ്വീകരിച്ചതും പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. സമസ്ത മാറിയെന്നോ മാറിയത് സമസ്തയല്ലെന്നോ എങ്ങനെ പറയലാണ് എളുപ്പം. വിധയികളൊരുക്കിയ ഇഫ്താറിന് ചെന്ന് സൗഹൃദം കൂടിയതും മറക്കാനായില്ല. SKSSF നേതാവ് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ചിത്രം മുജാഹിദ് സുവനീറിൽ അച്ചടിച്ചു വന്നത് വിധയി ബന്ധത്തിന്റെ മറ്റൊരു തെളിവാണ്. നബി അലൈഹിസ്സലാമിന്റെ കണ്ടല്ലോ നിങ്ങൾ, കേട്ടല്ലോ നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിന്റെ നേതാക്കന്മാര് സമ്മേളന നഗരിയിൽ. ഇത് കേവലം ഓല 2 നേതാക്കന്മാര് സമ്മേളന നഗരി സന്ദർശിക്കാൻ പോയത് മാത്രമല്ല ഇവരായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവൊന്നും. ഞങ്ങൾക്ക് അനവധി സംഭവങ്ങൾ അറിയാം. ഞാൻ മറ്റൊന്ന് കാണിക്കാം. അബുൽ അഅ്ല മൗദൂദിയുടെ ഒരു ഖുർആൻ വ്യാഖ്യാനമാണല്ലോ തഫ്ഹീമുൽ ഖുർആൻ. ആ തഫ്ഹീമുൽ ഖുർആൻ അതിന്റെ മലയാള പതിപ്പ് ലണ്ടനിൽ പ്രകാശനം ചെയ്തപ്പോൾ ആ ചുവന്ന വര സ്ക്രീനിൽ കാണുന്നു. മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണത്. ലണ്ടനിലെ മൗദൂദിന്റെ ഖുർആൻ പതിപ്പ് പ്രകാശനം ചെയ്തപ്പോൾ സഹോദരങ്ങളെ, ആരാണതിൽ പങ്കെടുത്തത്? തിരുകേശ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഒരു നേതാവ്. ആരാണത്? മമ്പുറം മക്കാമിന്റെ സ്വത്തും വാങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് സകല അവിടെയുള്ള കുട്ടികൾക്കും ബിദഅത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തലപ്പാവണിയിച്ച മൗദൂദികളെ സൃഷ്ടിക്കാൻ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഡോക്ടർ ബഹാവുദ്ദീൻ. അതാ മാധ്യമത്തിൽ അയാൾക്ക് നിഷേധിക്കാൻ കഴിയും. അയാൾ ആ ചടങ്ങിൽ പങ്കെടുത്താൽ എന്താ ഈ മുസ്ലിം സമൂഹം മനസ്സിലാക്കുക? ജമാഅത്തെ ഇസ്ലാമി ഒരു അപകടകാരിയാണ് എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മതസംഘടനകളൊക്കെ ഒരേപോലെ പറയുമ്പോൾ ചേലാരി കമ്പനി ജമാഅത്തേരെ ബുക്ക് വിൽക്കാനും അവരുടെ ഖുർആൻ പരിഭാഷ അതേപോലെ അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങുകളിലൊക്കെയും പങ്കെടുക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആലുവയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ക്യാമ്പയിൻ, അക്യാമ്പയിനിൽ 25 ഹുദവിയകള് ചേലാരി സമസ്ത സമർപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചോ? ഇനി നിങ്ങൾക്ക് സമസ്തയുടെ ആശയം പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? നിങ്ങളെ ഞങ്ങൾക്ക് സമസ്ത പഠിപ്പിച്ചിരുന്നത്, നിങ്ങളെ സമസ്ത ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി സമസ്ത കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അതേതാണെന്നറിയോ? മഹാനായ താജുൽ ഉലമ തങ്ങൾ പ്രസിഡന്റും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സമസ്തയല്ലാത്ത വേറൊരു സമസ്ത ഏതാ കേരളത്തില്? നിങ്ങളുണ്ടാക്കിയ സമസ്ത എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്തിനാ? ജമാഅത്തേരെ ബുക്ക് വെക്കാൻ. അതിന് വേണ്ടിയിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ പടച്ചോനാണ് സത്യം, സമസ്ത ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവരെ പോക്കെങ്ങട്ടാന്നുള്ളത്. അതേപോലെ ഈ ഡോക്ടർ ഉണ്ടല്ലോ, ഈ ഡോക്ടർക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ ആഗോള പണ്ഡിതനാണ് ഈ ഡോക്ടർ. AP ഉസ്താദ് ഈജിപ്തിൽ പോകുന്നു, AP ഉസ്താദ് മൊറോക്കോയിൽ പോകുന്നു. പല ഭാഗങ്ങളിലും പോകുമ്പോ ചേലാരി മൊയ്ലിയേക്കന്മാർക്കും ഒരാഗ്രഹം, നമ്മളെ ഉസ്താദന്മാരും പോയാൽ എന്താ? പോയി മൂപ്പർ. ആര്? ഡോക്ടർ പോയി. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് ഇവിടെ വിശദീകരിപ്പിച്ചതാ.
നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഞങ്ങളൊരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യല്ല, നിങ്ങൾ ഈ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്ന് കൃത്യമായി ഞങ്ങൾ സമൂഹത്തോട് പറയുകയാണ്. ആ മനുഷ്യൻ പോയതെടുക്ക, കഴിഞ്ഞ മാസത്തിൽ അയാൾ പോയതെടുക്ക ഇറാനിലേക്കായിരുന്നു. എന്തിനാ ഇറാനിൽ പോയത്? ഷിയാക്കളെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ഷിയാക്കൾ എന്ന് പറഞ്ഞ സുന്നത്തമാത്തിന്റെ വലിയ ഗ്രൂപ്പാണല്ലോ. എവിടുന്നാ ഈ കൗമൊക്കെ വരുന്നത്? ലോകത്ത് അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷമല്ലേ ഷിയായിസം? ആ ഷിയാക്കളെ സമ്മേളനത്തിൽ ഇവരെ ഡോക്ടർ പങ്കെടുത്തു. ആണും പെണ്ണൊക്കെ ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ അമ്മാതിരി ചോദ്യം അവിടെ വലിയ അർത്ഥമൊന്നുമില്ല. ആണും പെണ്ണൊക്കെ ഒരു സ്റ്റേജിൽ. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങളുടെ ഡോക്ടർ നെഞ്ചു വിരിച്ചിട്ട് സുന്നി പറയാൻ പോയതാണ്. നല്ല നെഞ്ചു വിരിച്ച് സുന്നി പറഞ്ഞതന്നെ. അയാൾ എന്തെന്ന് അവിടെ പോയി പറഞ്ഞു? അയാൾ ഒന്നും പറഞ്ഞില്ല. അവിടെ ഷിയാക്കളെ സമ്മേളനത്തിൽ സുന്നി പറഞ്ഞ് പോരാഞ്ഞ ഓടലുമ തരാനുണ്ടാവില്ല. നോക്കണം നിങ്ങൾ, എവിടേക്കാ ഇവര് കൂട്ടിക്കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് അവര് വ്യതിചലിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഓ, ഇവിടെ ഒരു വരദാനത്തെ കൊണ്ടുവന്നിരുന്നു അത്ര. ആർക്കും വേണ്ടാത്തത് അണ്ണാച്ചിയെടുക്കുമെന്നൊരു പഴമക്കാര് പറഞ്ഞു കേട്ടൊരു ചൊല്ല് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കേസറ്റ് കച്ചവടം ചെയ്ത ഒരു പരിചയമാണ് അയാൾക്ക് ഉണ്ടാവുക. അയാൾ എന്നെ കുറെ കാര്യം ഉണ്ടാക്കിയ കേസറ്റ് ഇറക്കതാണ് പരിപാടി. എന്നിട്ട് ഈ മനുഷ്യനെ എന്തിനാണെന്ന സംഘടനയിൽ പിടിച്ച് പുറത്തിട്ട് ഞാൻ അറിഞ്ഞത്, കേരളത്തിൽ ആരും അയാൾ എടുക്കാതെ വന്നപ്പോൾ പടച്ചവനെ ഇത്രയും മോശപ്പെട്ടൊരു നാടായിട്ട് ഇല്ല. ഈ നാടിന് മോശമില്ല കേട്ടോ. അതെന്താ അറിയോ? ഈ ചങ്ക പറയുന്ന മാതിരി ഒരാളിവിടെ വേറെ ഉണ്ടല്ലോ. ബിസ്ക്കറ്റ് പോലെയാണ് ഇന്ന് അവരുടെ അവസ്ഥ. ഒരു കഷ്ണം കോലായിലാണുള്ളത്, മറ്റൊരു കഷ്ണം പൂമുഖത്താണുള്ളത്, വേറൊരു കഷ്ണം മുറ്റത്താണുള്ളത്. ഈ കുട്ടികൾ എവിടത്തെയാണ് ഈ കഷ്ണം പൊട്ടിക്കുക എന്നിട്ട് പറയാൻ പറ്റൂല. ഏതായിരുന്നാലും അവര് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള തിക്തഫലമാണ് കേരളത്തിലെ സലഫിസം മണ്ണടിഞ്ഞു പോയത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന 1940-കൾക്ക് ശേഷം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഈ ഇന്ത്യ രാജ്യത്ത് വന്നപ്പോ എന്താണ് അവർ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമാണ് ഉന്നയിച്ചത്. ഇന്ന് ഇടത് വലത് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ രാജ്യത്ത് മതരാഷ്ട്രവാദം ഉന്നയിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ വോട്ട് ചെയ്യൽ അങ്ങനെ പാർക്ക് ചെയ്യാതെ സൗകര്യപ്പെടുന്ന സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്ത് ഗതാഗത സൗകര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയതെന്താ അറിയോ? ഒരു പ്രസ്ഥാനം അധപ്പതിക്കുകയാണെങ്കിൽ എത്രത്തോളം എന്നതിന്റെ തെളിവാണ് ഈ ഒരു മനുഷ്യനെ ഇവരിപ്പോ വ്യാപകമായിട്ട് സമസ്ത വിശദീകരിപ്പിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുകയാണ്. ഇവിടെയും ഏറ്റവും നല്ലത് അയാൾക്ക് പാർക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നല്ല ചങ്ങായിനെ കിട്ടുകയും ചെയ്തിട്ടുള്ളത്. കാരണം രണ്ടാൾക്കും ഒരു വിഷയത്തിൽ നല്ല കുഫുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല, പക്ഷെ രണ്ടാൾക്കും തമ്മിൽ ഒന്നിക്കാൻ പറ്റുന്ന ഒരു യോജിപ്പിന്റെ മേഖല ഉണ്ട്. അതിൽ നല്ല ഉഷാറ രണ്ടാളും. നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കടം ചോദിക്കുമ്പോ ഞാൻ അത്ര ഇപ്പം പറയുന്നുള്ളൂ അല്ലേ? അത് രണ്ടാളെ കുറിച്ച് അറിഞ്ഞവർക്കൊക്കെ അറിയാം. ഇരിക്കട്ടെ. ഏതായിരുന്നാലും എന്റെ സുഹൃത്തുക്കളെ, സംഘടനാ അച്ചടക്കത്തിന്റെ പേരിൽ
അച്ചടക്ക രാഹിത്യം ചെയ്തതിന്റെ പേരിൽ സംഘടനക്ക് പടിക്ക് പുറത്തു നിർത്തിയൊരു മനുഷ്യൻ. ആ സമയത്ത് അയാൾ ഇവിടുത്തെ ചില ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് അയാൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയുന്ന വിഷയമാണല്ലോ. ഞാനിപ്പോ അതൊന്നും ഇവിടെ കാണിക്കാനോ കേൾപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ അയാള് തന്നെ പറയുന്നുണ്ട് എന്തറിയോ, ഈ ദാറുൽ ഹുദ എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനം, ഡോക്ടറെ സ്ഥാപനം, ഇവരെ സമസ്ത നടത്തുന്ന സ്ഥാപനം, മമ്പർത്ത മക്കാം ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് ബെല്ലുമില്ല ബ്രേക്കും ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അത് മാത്രവുമല്ല, സർസയ്യിദിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദാറുൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയത് എന്നും ദാറുൽ ഹുദ പ്രത്യേക ഒരു സംസ്കാരമാണ് വെച്ചു പുലർത്തുന്നതെന്നും ആ സംസ്കാരത്തിന് ബെല്ലും ബ്രേക്കും ഇല്ലാന്ന്. അപ്പൊ ഇയാൾ അവർക്ക് പോയോടുകൂടെ ബെല്ലും ഉണ്ടായി, ബ്രേക്കും ഉണ്ടായി, ക്ലച്ചും ഉണ്ടായി. മനുഷ്യന് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പൈസ ഏതെങ്കിലും കോലത്ത് കിട്ടുക എങ്ങനെയൊക്കെ പറയാന്ന. എന്താ ഈ ആദർശത്തിന്റെ ഒക്കെ നിലയും വിലയും? ഞങ്ങൾക്ക് വേണ്ട, കൊണ്ടുവരുന്നോളി, പക്ഷെ വഴിയിലിടരുത്, അയാളെങ്ങനെ മരിച്ചോളം കൊണ്ടുവരുന്നോളി. ഏതായിരുന്നാലും അയാള് ദാറുൽ ഹുദക്കെതിരെയും ചേലാരി സമസ്തക്കെതിരെയും അയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾ കേട്ടോളിങ്ങള്. പിന്നാലെ ഇവർ പോവാനുള്ള കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദർശത്തിൽ നിന്നുള്ള വ്യതിചലനം, സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക്, ഇത് രണ്ടും സംഭവിക്കുകയും ഇവരുടെ നേതാക്കൾ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കലാലയമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ഒരിക്കലും അതല്ല എന്ന് നാം തീർത്തു പറയാൻ പറ്റുന്നു. അങ്ങനെ പറയുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് ഒരു അക്കാദമി ഉണ്ട്. അവർ യൂണിവേഴ്സിറ്റി എന്ന് പറയും, നമ്മളൊരു കോളേജ് എന്ന് പറയും. അങ്ങനെ ആ ഒരു ദാറുൽ ഹുദ എന്ന സ്ഥാപനം മുന്നോട്ടുന്ന ഒരു പുതിയ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് സത്യത്തിൽ ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ലാത്തതാണ്. സത്യത്തിൽ ഇസ്ലാമിക സംഹിത മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു സംസ്കാരമാണ്. കാരണം ആ സ്ഥാപനത്തിന്റെ ഉയർപ്പിന്റെ കാരണങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഇതിന്റെ മോട്ടിവേഷൻ നൽകിയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ആരിൽ നിന്നൊക്കെയാണ് പ്രചോദനമായത്? പ്രചോദനമായി മാറിയ ആളുകളെ എണ്ണുന്നത് സർസയ്യിദിനെയാണ്. ബൈബിളിൽ നിന്ന് പരിഭാഷ എഴുതാനും അല്ലെങ്കിൽ അതിന്റെ ടിപ്പണി എടുക്കാൻ വേണ്ടി ശ്രമിച്ച സർസയ്യിദ്, ബ്രിട്ടീഷുകാരിൽ നിന്നും അതിന്റെ പേരിൽ മാത്രവും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചതിന്റെ പേരിലും കുരിശണിഞ്ഞ മാല സമ്മാനമായി ലഭിച്ച സർസയ്യിദ്, എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോ വഹാബിയായി മാറിയെന്ന് വഹാബികൾ തന്നെ പറയുന്ന ഒരുപാട് വിദണ്ഡവാദങ്ങളെ 40-45ഓളം വിദണ്ഡവാദങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ വാദങ്ങൾ മുഴുവൻ ഉന്നയിക്കുന്ന സർസയ്യിദാണ് ഞങ്ങളുടെ ഈ പ്രചോദനം, ഈ സ്ഥാപനത്തിന്റെ പ്രചോദനം എന്ന് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനം ദാറുൽ ഹുദ എന്ന സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരമുണ്ട്. ദാറുൽ ഹുദയുടെ VC ബഹൗദ്ദീൻ നദ്വിയാണ്. അദ്ദേഹം ഫൈസിയാണ്. പക്ഷെ നദ്വി എന്ന പേര് ഉപയോഗിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യം. എവിടെ ചെന്നാലും അദ്ദേഹം ഉപയോഗിക്കുന്നത് നദ്വിയാണ്, ഫൈസി എന്നുള്ളതല്ല. അതൊന്ന് പ്രത്യേകം വീക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. കേട്ടല്ലോ നിങ്ങള് എന്തൊക്കെ പേര് പറഞ്ഞത്? ഈ പോയ മനുഷ്യൻ ആലോചിക്കേണ്ട എന്താ? സർസയ്യിദിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ CD ഉണ്ടല്ല, ഇത് ഇയാളെന്നെ അഭിമുഖം ഉണ്ടാക്കും, ഇയാളെന്നെ ഇറക്കും. ഇത് ഇയാളെ പണിയാണ്. ഇയാൾക്ക് CD കച്ചവടം നടക്കണം, ഇയാളെ പണിയാണ്. അതല്ലാതെ സംഘടന ഏൽപ്പിച്ചിട്ട് ഇയാൾ നടത്തിയ ഒരു അഭിമുഖമൊന്നും അല്ലത്. അതന്നെ ഇയാളെ പരിപാടി. അത് ഇയാളെ അടുക്കളയിൽ നിന്നിട്ട് നടത്തും അഭിമുഖം, കൊലായിൽ ഇരുന്നിട്ടും അഭിമുഖം, പൂമോത്ത് ഇരുന്നിട്ടും അഭിമുഖം, അതിന്റെ നിന്നൊക്കെ CD കച്ചവടം ഇങ്ങനെ നടക്കണം, മൂപ്പര കച്ചവടം ഇങ്ങനെ നടക്കണം. അതാണ് ആവശ്യം. ഇരിക്കട്ടെ, ഏതായിരുന്നാലും എന്തൊക്കെയാ പറഞ്ഞത്? ഇനിയിപ്പോ ഈ മനുഷ്യൻ അപ്പുറത്തേക്കാണ് പോയപ്പോ ദാറുൽ ഹുദക്ക് എന്തുണ്ടായി? ബെല്ലുണ്ടായി, ബ്രേക്കുണ്ടായി, ക്ലച്ചുണ്ടായി. ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണെന്ന് പറഞ്ഞു. അതൊന്നുമില്ല, ഒരു നടുക്കഷ്ണത്തിലാണ് ആദർശത്തിന്. എന്തൊരു കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിനേക്കാളും വലിയ തൊലിക്കെട്ടി വേണ്ടേ? ഇവിടെ പറഞ്ഞു അത്ര AP ഉസ്താദിന്റെ കണ്ടാമൃഗം കാണുകയാണെങ്കിൽ കണ്ടാമൃഗം ചോദിക്കത്ര എന്ത്, നിങ്ങളെ ആ തോല് എനിക്ക് തരുമോ? എനിക്ക് ധരിക്കാനാണ്. ഇതിനൊന്നും ഇപ്പൊ ഞങ്ങൾ പിന്നെ മറുപടി പറയാറില്ല. ഞങ്ങളതിനൊന്നും മറുപടി പറയാറില്ല. കാരണം നിങ്ങളെ നാവിലൂടെയൊക്കെ വരുന്ന വർത്തമാനങ്ങൾക്കൊന്നും മറുപടി പറയാനല്ല. ഈ നാട്ടില് സത്യാന്വേഷണത്തോടെ ഈ പരിപാടി വീക്ഷിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഞങ്ങൾ അവരോട് ചില കാര്യം പറയാം. കണ്ട സുഹൃത്തുക്കളെ, ഇനി മാത്രമല്ല ഇയാൾ പറയും, നോക്കൂ, ദാറുൽ ഹുദ സിനിമക്ക് അനുകൂലമാണ്. അതിനൊരു തെളിവും ഞാൻ 2 ദിവസം മുമ്പ് ഫറോക്കിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഞാൻ ഇദ്ദേഹം ദാറുൽ ഹുദ സിനിമക്ക് അനുകൂലാണ് എന്നുള്ള വിഷയത്തിന് ശേഷം ഞാൻ ഒരു ദാറുൽ ഹുദയിലെ സ്റ്റുഡൻസ് ഒരു സിയാറത്ത് ടൂറിന് പോയ ഒരു വാർത്ത കേട്ടിരുന്നു. അപ്പോ അതിലെ ഡ്രൈവർ ബസ്സിലെ ജീവനക്കാരനാണ് പറഞ്ഞത്, ഇതിന് അയാൾ എന്റെ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞ അയാൾ എന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ, അതായത് അത് പറയാൻ കാരണം എന്താ വെച്ചാല് അതിന്റെ തൊട്ടു മുമ്പ് അവരുടെ ബസ്സിൽ ഞങ്ങളൊരു സിയാറത്ത് ടൂർ പോയിരുന്നു, കുറെ മുത്തഅല്ലിമീങ്ങളും പ്രവർത്തകരൊക്കെ ആയിട്ട്. അപ്പൊ സിയാറത്ത് ടൂറിൽ ബസ്സിൽ നമ്മൾ ഇട്ട് കൊടുത്ത CD എന്താണ്? ബുർദന്റെ CD ഉണ്ടാവും, നല്ല വഴലിന്റെ CD ഉണ്ടാവും. അത് കഴിഞ്ഞ് പിറ്റേന്ന് പോണതാരാ? വണ്ടിക്കാർക്ക് എല്ലായിടത്തും പോവല്ലോ. പിറ്റേന്ന് പോണതാരാ? ദാറുൽ ഹുദയിലെ കുട്ടികളാണ്. അപ്പോ ബസ്സുകാരുടെ അടുത്ത് വന്നിട്ട് ഇവര് ചോദിക്കുകയാണ്, എന്ത് അല്ല നിങ്ങളടുത്ത് വല്ല CD ഉണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, പിന്നെ ഞങ്ങളടുത്തുള്ള CD നിങ്ങൾക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, അത് ഫിലിമും പലതും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അല്ല അത് കുഴപ്പമില്ലാന്ന് അത്ര പേര്. എന്നിട്ട് ഇവരും CD കൊടുന്നു കൊടുക്കുകയാണ്. 4 CD ആ മനുഷ്യനോട് പറഞ്ഞതാ, ഞാനാണ് ആ 4 CD ഇട്ടെടുത്ത്, സിനിമയുടെ 4 CDകൾ. അപ്പൊ ഇത് കാണാനൊക്കെ പറ്റുമോന്ന് ഈ ബസ് ജീവനക്കാരവരോട് ചോദിക്കുമ്പോ ഇവർ അനൗൺസ് ചെയ്യാണ് ഇത്ര, എന്ത് അമീർ, ഇവരമീർ എല്ലാവരും തൊപ്പി താഴെ വെക്കേണ്ടതാണ്. നോക്കണം നിങ്ങള്, ഇതൊക്കെ എവിടുന്നാന്നറിയോ? ഞാൻ ഇതൊക്കെ പറഞ്ഞെന്തിനറിയോ? ആ സ്ഥാപനത്തെ അധിക്ഷേപിക്കാൻ ഇങ്ങനെ മോശപ്പെടുത്താനും അല്ല. പിന്നെ എന്തിനാ പറഞ്ഞത്? ജമാഅത്തേരാണ് ദാറുൽ ഹുദയും. ജമാഅത്തേരെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവിനോട് ചോദിക്കുന്നുണ്ട് സിനിമ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അതിന് മൂപ്പര് ഉത്തരം എന്താ അറിയോ? ഓരോ പ്രവാചകന്മാരും അതാത് കാലത്തെ ആനുകാലിക പ്രബോധന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കും അതാവാം. അതുകൊണ്ട് ജമാഅത്തേര് തെരുവ് നാടകം കാണിച്ചിട്ട് എന്ത് ചെയ്യണത്? തൗഹീദ് ഇങ്ങനെ വളർത്തുന്നത് തെരുവ് നാടകത്തു കൂടി. ഇബ്രാഹിം നബി ഈസാ നബി ഒക്കെ തെരുവില് നാടകം കളിച്ച മനുഷ്യന്മാരാണല്ലോ. ജമാഅത്തേരെ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. ഓളെ സംബന്ധിച്ചിടത്തോളം ഓൽക്കത്ത് നയം, ഓൽക്കെന്താ ആദർശം, അവരൊപ്പം കൂടി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇവരെ പുതിയ മുശാവറ മെമ്പറായി തീർന്നിട്ടുള്ള വലിയ കോജ വരുമ്പൊക്കെ തക്ബീറല്ലേ കൊണ്ടിടക്കണം നിങ്ങള്. ആ മനുഷ്യൻ പറയുന്നത് കേട്ടോ നിങ്ങള്, ദാറുൽ ഹുദ സിനിമക്ക് അനുകൂലമുള്ള ഒരു സ്ഥാപനമാണ്. ഈ മനുഷ്യൻ അപ്പുറത്തേക്ക് പോയതോടുകൂടെ ദാറുൽ ഹുദയിൽ ഫുള്ള് ഖുർആനോത്ത് മാത്രമേ ഉള്ളൂ. നോക്കണം നിങ്ങള്, എന്താപ്പ ഇതിന്റെയൊക്കെ കഥ. ഇപ്പൊ ഇവിടുത്തെ SK വിചാരിക്കുന്നുണ്ടാവും, എന്ത് വണ്ടിമേലേക്ക് അച്ഛങ്ങാനും ഇവിടെ തന്നെ കൊടുത്ത് കൂടിയിരുത്തിന്ന് അല്ലേ? അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അവിടുത്തെ ആ സ്ഥാപനം ഉണ്ടാക്കി വരുന്ന ഒരു പുതിയ സംസ്കാരമുണ്ട്. ആ സംസ്കാരം സിനിമക്ക് അനുകൂലമാണ്, സീരിയലുകൾക്ക് അനുകൂലമാണ്, ഇതുപോലെയുള്ള ആസ്വാദനങ്ങൾ എന്ന പേരിൽ വരുന്ന കോമഡി ഷോ അടങ്ങുന്ന എല്ലാറ്റിനും അനുകൂലമാണ്. ഉദാഹരണമായി ഞാൻ കണ്ടോ, വിശദീകരണം ഇനിയും വരുന്നുണ്ട്, സന്ദർഭോചിതമായി കാണിക്കാം. അപ്പൊ എന്തൊക്കെ? അവിടെ റിയാലിറ്റി ഷോക്ക് അവരനുകൂലാണ്, അവിടെ സിനിമക്ക് അനുകൂലാണ്, അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ആ സ്ഥാപനത്തിനെതിരെ ഇയാൾ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. ഈ മനുഷ്യൻ അപ്പുറത്തേക്കാണ് പോകുമ്പോ തന്നെ ഒക്കെ മാറി, ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തേക്കാണ് പോയപ്പോ ഇതൊക്കെ ശരിയാക്കി. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞൊക്കെ വിശ്വസിക്കണം. എന്താണ് ഇതിലൊക്കെ കഥ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തിന്റെ വരുമാനം ഏതാണെന്നറിയോ? അത് മറക്കരുത്, ഈ സദസ്സിലുള്ള ഉമ്മത്ത് മറക്കരുത്. പാവപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പയുടെ ദർഗയിൽ വെച്ചിരിക്കുന്ന നേർച്ചപ്പെട്ടികളിൽ പാവപ്പെട്ട മുസ്ലിം പുകരിക്കേണ്ടി നേർച്ച നേരുന്ന പണമെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിക്കും ഷിയാക്കൾക്ക് വേണ്ടിയിട്ടും ഓശാന പാടുന്ന ഈ ഡോക്ടറുണ്ടല്ലോ, ചേളാരി സമസ്തം മറുപടി പറഞ്ഞേ പറ്റൂ. അയാളെ പോക്കെങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പുറത്തൊക്കെ പോയിട്ട് ആ പെട്ടിയിൽ പൈസ ഉള്ള ആൾക്കാർ ചിന്തിച്ചോളിയും, ഒന്നുങ്ങ ഷിയാക്കടുത്തൊക്കെ പോണ്, അല്ലെങ്കിൽ ജമാഅത്തെടുത്തൊക്കെ പോണ്, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങണ കുട്ടികൾ ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനത്തെ ആലോചിച്ച് നോക്കേണ്ട വിഷയം. ഞാൻ ഗൗരവമായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കില്ലല്ലോ. നോക്കണേ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത് മാത്രമല്ല, പിന്നെ അവിടുന്ന് ഇറങ്ങണ കുട്ടികൾക്ക് ഇയാളിട്ടോ ഇവര് മുഷാവറ മെമ്പറായി കൊടുന്ന ഇയാളുണ്ടല്ലോ, മൂപ്പര് പറയാ എന്താ പറയുന്നത്? അയാളോട് ചോദിക്കാൻ ഒരുത്തൻ ചോദ്യം ചോദിക്കാനൊക്കെ അയാൾ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതാണ് ഇവര് ഒരു ബിസിനസ്സാണ് അവർക്ക് പല കാര്യത്തിലുള്ളത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ചോദിക്കുകയാണെന്ത്, ദാറുൽ ഹുദയിലെ കുട്ടികൾക്ക് ഇപ്പൊ ഏതായാലും നേവൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഈ 110 കോടിന്റെ ചാനൽ തുടങ്ങിയത്? അപ്പൊ ഇവരെ പുതിയ അവതാരം പറയാണ് അത് ശരി തന്നെയാണ്, അത് ശരി തന്നെയാണ്. ആ ചോദ്യ ഉത്തരങ്ങളൊന്ന് കേട്ടോളൂ.
പറഞ്ഞ കേട്ടിടത്തോളം ഇപ്പൊ ഹുദവികൾക്ക് ഒരു ജോലി കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കുമോ ഇവര് ഈ ചാനൽ കൊണ്ടുവരുന്നത്? തീർച്ചയായും ഉദവികൾക്ക് ജോലി കൊടുക്കാൻ, കാരണം അവർക്ക് ഇനിയിപ്പോ വേറെ കിതാബ് ഓതി കൊടുക്കാനൊക്കെ കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ. ആളെ സനന്തു മിന്നി അന എന്നുള്ള ആ ഒരു ഉസ്താദ് തന്നെ നെഹു അറിയില്ലെങ്കിൽ പിന്നെ കിതാബ് ഓതി കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ആ കുട്ടികൾക്ക് നെഹു സർഫ് അറിയില്ല, ഇമാതിരിയുള്ള തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അതിനൊരുക്കി കൊടുക്കുന്ന ഒരു കൂടാരമായിരിക്കുമോ ഈ ചാനൽ സമുച്ചയം എന്നാണ് ഇപ്പൊ നമുക്ക്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വരിക. ചാനൽ സമുച്ചയത്തിന്റെ പരിപാടികളിൽ ഇത്തരം പരിപാടികളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ, ചെറുശ്ശേരി മാറ്റി വെച്ചാൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഈ ചാനലിലുള്ളത്. ഷേറെ മുബാറക് വിരോധികൾ അവരാണ്. അതുപോലെ നന്മകളെ സർവ്വതിനെയും അടച്ചാക്ഷേപിക്കുന്ന ആളുകളും അവരാണ്. 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ബിദഅത്തുകാർ കൊണ്ടുവന്നതൊക്കെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയാണ് നാടകവും സിനിമയും കൊണ്ടുവന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രത്തിലാണ് അഭിമുഖം നൽകിയത് നദ്വി സാഹിബ്. ഈ നദ്വി സാഹിബും ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഒരേ തൂവൽ പക്ഷികൾ ഒരുമിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും യോജിച്ച ഒരു വഴിയാണത്. ഓന്റെ മനുഷ്യ നിങ്ങളൊക്കെ തൊലിക്കട്ടി സമ്മതിക്കണം. ഈ എന്തിനാ കൂടാരത്ത് പോയിട്ട് ഇരിക്കുന്നത്? തായ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൊരു മനുഷ്യൻ. ഇതൊക്കെ ഞാൻ അയാളെന്താ പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. അതാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിനോ, അത് ശരിയാണ്. ഈ നദ്വി എന്ന് പറയുന്ന ഈ ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ അഭിമുഖം കൊടുക്കലേതില്ല, മാധ്യമത്തിലാണ്, മാധ്യമക്കാരാണ്. ഇപ്പൊ നോക്കി നിങ്ങൾ, ഞാൻ വേറൊരു കാര്യം പറയാം. ഒരുപക്ഷെ ഇവിടുത്തെ പിന്നെ ചേളാരി സമസ്തയിലെ അതിനെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യന്മാർ ഈ പരിപാടി കേൾക്കുന്നുണ്ടാവുമല്ലോ. നമ്മളെ മദ്രസയിലെ മൊയിലേക്കന്മാരെ പിടിച്ചും കുട്ടികളെ പിടിച്ചിട്ടും ഇവരൊരു പത്രത്തിന്റെ പരിപാടി തുടങ്ങിയത്. അത് നവംബർ 1 ഇറങ്ങേണ്ട പത്രമാണ്. വിളിക്കാനും വിളിച്ചുണർത്താനും. പക്ഷെ ആരും വിളിച്ചതുമില്ല, വിളി കേട്ടതുമില്ല. പക്ഷെ ഓല് തീരുമാനിച്ചെന്താ, നവംബർ 1 ആഗസ്റ്റ് 1 മാറ്റിയ വിവരമാണ് പിന്നെ നമ്മൾ അറിയുന്നത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഒരു പത്രം ഇറങ്ങുമ്പോൾ കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതല്ല, നമ്മളാണ് ഇപ്പൊ ഒരു പത്രം ഇറക്കാൻ വിചാരിച്ചു വെക്കുക. എന്തെങ്കിലും ചില കാരണങ്ങളെ കൊണ്ട് പറഞ്ഞ ദിവസത്തിൽ അത് ഇറങ്ങിയില്ലെങ്കിൽ കേരളത്തിൽ എന്താ ഉണ്ടാകാറിയോ? പത്രവിശദീകരണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പത്രവിശദീകരണം. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ മാതിരിയുള്ള സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയില്ലേ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ ഇറക്കാൻ കഴിയുന്നു, അതും ഞങ്ങൾക്കറിയാം. ഇറക്കാൻ. പക്ഷെ ഞാൻ പറയുന്ന വിഷയം അതല്ല. സഹോദരങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പത്രം ഇങ്ങനെ സ്വന്തം ഒരു പത്രം, സത്യത്തിൽ ഓൾക്കൊരു പത്രം ഉണ്ടല്ലോ, ചന്ദ്രിക, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവര് പറയുന്നത് ചന്ദ്രികയും ഞങ്ങൾ ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാ. ഇരിക്കട്ടെ, ഏതായിരുന്നാലും സ്വന്തം ഒരു പത്രം. ചന്ദ്രിക ഉണ്ടാവുമ്പോൾ എന്തിനാ ചേലാരിക്കാർക്ക് വേറൊരു പത്രം? അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അതല്ല മുജാഹിദീങ്ങളുടെ പത്രം ഇറക്കാത്തത്. ഓനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രിക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുജാഹിദീങ്ങൾക്ക് ഒരു പത്രം ആവശ്യമില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ ഇറക്കി നോക്കിയതാണ് ഒന്ന്. അതിന്റെ ഒരു വർത്താനം ഇപ്പൊ എവിടെയും കേൾക്കണില്ല. അതിന്റെ ഒരു വർത്താനം എവിടെയില്ല. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഈ സ്വന്തം ഒരു പത്രം എന്ന ആശയം ഇവരെ പഠിപ്പിച്ചത് ആരറിയോ? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു എന്ത്, ഇവരെ വെച്ചിട്ട് ജമാഅത്തർക്ക് ചില കളിയുണ്ട്. അതെന്താ? ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു പൊളിറ്റിക് പാർട്ടി ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചില വോട്ടുകളൊക്കെ കിട്ടണമെങ്കിൽ ഇവരെ സുഖിപ്പിച്ച് പതുക്കെ ഇവരെ ചാക്കിട്ട് വലിക്കണം എന്നുള്ള അവര് നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ചില ശ്രമങ്ങളിൽ ഇവർ ഇതിനകം വീണുപോയിട്ടുമുണ്ട്. അങ്ങനെയാണ് സ്വന്തം ഒരു പത്രം എന്നൊരാശയം ചേളാരി സമസ്തയിൽ ഉദിച്ചു വരുന്നത്. നോക്കൂ നിങ്ങൾ, ചന്ദ്രിക ദിനപത്രത്തെ സംബന്ധിച്ച് ചേളാരി മൊയിലേക്കന്മാര് എത്ര സ്ഥലത്താണ് ഒരു ചന്ദ്രിക വരുന്ന സ്ഥലം നോക്കിയിട്ട് പതുക്കെ അത് നിർത്താനും പെട്ടെന്ന് പറയരുത്, എന്തൊക്കെയോ നിർദ്ദേശം നോക്കണങ്ങള്. പെട്ടെന്ന് നമ്മൾ ചന്ദ്രിക്കെതിരാന്ന് തോന്നണ്ട, പിന്നെ ചന്ദ്രികയും വരുത്തണം ഇതും വരുത്തണം എന്നൊക്കെ ഫസ്റ്റ് പറയാ. പിന്നെ പതുക്കെ ചന്ദ്രിക ഒഴിവാക്കിപ്പിക്കുക. പിന്നെ നമ്മളെ പ്രഭാതമായിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാം. അവരുടെ പ്രചരണം. അങ്ങനെ ചന്ദ്രികക്കെതിരെ അവരെ മൊയിലേക്കന്മാര് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. ആരോപണമല്ലതൊക്കെ കേട്ടോളൂ. SKSSFന്റെ പ്രവർത്തകന്മാർ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല, അതിന് സമയമില്ല. നമ്മള് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ് നമ്മളെക്കുറിച്ച് ആരോപിക്കപ്പെടുന്നത്. നിങ്ങൾ വോട്ട് ചെയ്തില്ലേ? സത്യകടവും നമ്മൾ പറയുന്നില്ല.
പത്രക്കാരും മാധ്യമക്കാരും ഒക്കെ നമ്മൾ UDF-കാരാണെന്നാണ് എഴുതാറ്. ആ വസ്തുത അവരെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തു പേച്ചു? നിങ്ങൾക്ക് പഴവേ ഉള്ളൂ. ഈ രാജ്യം ഭരിക്കുന്ന UDF അവരെ അധികാരത്തിലേറ്റാൻ എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ച ഈ വിഭാഗത്തെ, അന്നൊക്കെ മറുഭാഗത്തിന്റെ പണി എന്തായിരുന്നു? ഈ UDF-നെ തോൽപ്പിക്കാൻ വേണ്ടി നാടുനീളെ ഷെഡിമേൽ ജാഥ നടത്തി. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ചാടിക്കളിച്ച് ഇവിടെ ജാഥ നടത്തിയത് ഞങ്ങളല്ലേ. ഇന്നും അവര് മുസ്ലിം ലീഗിനെതിരാണ്. കോൺഗ്രസില് ആര്യാടൻ കോൺഗ്രസിന്റെ അനുകൂലമായിരിക്കും. UDF എന്ന് പറഞ്ഞാൽ ആര്യാടൻ കോൺഗ്രസും കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഒക്കെ കൂടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങള് മറ്റൊന്നും പഠിച്ചിട്ടില്ല, മറ്റൊന്നും ആലോചിച്ചിട്ടുമില്ല. അറിയില്ല. സംസ്ഥയുടെ രാഷ്ട്രീയം നമുക്കറിയാം. ഒരു പ്രത്യേക രാഷ്ട്രീയത്തോട് കൂടുതൽ ബന്ധമോ കൂറോ അതുപോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമോ ഇല്ല എന്നുള്ളതാണ് സംസ്ഥയുടെ നയം. അതെപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ കാന്തപുരം നയപ്രഖ്യാപനം നടത്തിയ എല്ലാ തെരഞ്ഞെടുപ്പ് വേളയിലും ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുമെന്നാണ് പറയലെങ്കിലും അവരെ സഹായിക്കുന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സഹായിക്കുന്നതോ ഇടതുപക്ഷത്തിൽ ഇത്ര ഒരു സഹായം അവർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് ഈ അവസരത്തിൽ ഈ അഫിഡവിറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളോടുള്ള നയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ UDF വരുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ വാർത്തകൾ എഴുതാൻ ഒരു ദിനപത്രമില്ല. ചന്ദ്രിക പത്രത്തെയാണ് നമ്മൾ ആശ്രയിക്കാറ്. ഏറെക്കുറെ മറ്റുള്ളത് എഴുതുന്ന കൂട്ടത്തിൽ കുറച്ച് വലുതാക്കി നമ്മളുടെ എഴുതാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ പിന്നിലാണ്. ചന്ദ്രികയിൽ നമുക്ക് പ്രവേശനമില്ല. ചന്ദ്രികയുടെ കോളങ്ങളിലൊക്കെ വിദായി പ്രസ്ഥാനക്കാരുടേതുണ്ട്. അതിലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. വിദായി പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഇവിടെ ഒന്നുമല്ലല്ലോ. പിന്നീട് ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ ഈ വിഭാഗത്തിന്റെ സത്യവാങ് കൊടുത്ത ഈ വിഭാഗത്തിന്റെ വാർത്തകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ചന്ദ്രികയില് കൊടുത്തോ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങളെ വാർത്ത അതിന്റെ അടിയിലെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാത്ത അവസ്ഥയാണ്. ഈ സമ്മേളനം, ഈ കൂടിയിരുന്ന പ്രതിഷേധ പരിപാടി, ഇത് മറ്റു പത്രങ്ങൾ കൊടുത്തതുപോലെ ചന്ദ്രിക കൊടുത്തിട്ടില്ല. എന്തിനാ കൊടുക്കണേ? പൈസ കൊടുത്ത് പരസ്യം കൊടുത്താണ് ഇന്നലെ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല ചന്ദ്രിക അങ്ങനെ ആയിരുന്നില്ല. ഈ മാറ്റം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതുപോലെ മുസ്ലിം ലീഗിന്റെ അങ്ങനെ ലീഗിനെതിരെയും ചന്ദ്രികക്കെതിരെ ശക്തമായിട്ട് ഇതൊക്കെ ജമാഅത്തേര് പറഞ്ഞിടത്ത മേത്ര. ജമാഅത്തേര് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് ഈ മൊയ്ലേക്കന്മാർക്കാണെങ്കിലോ കുറച്ച് പുറകിലാണല്ലോ എല്ലാ കാര്യത്തിലും. എന്നതിന്റെ പിന്നിൽ ജമാഅത്തേർക്ക് ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നോ, ജമാഅത്തെ ഇസ്ലാമി ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുകയാണെന്നുള്ളതോ ഇവര് തിരിച്ചറിയില്ല. പിന്നെന്തേ പറഞ്ഞത്? സമസ്തക്ക് ഒരു പ്രത്യേക അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷെ നിങ്ങള് അതൊക്കെ പറയുമ്പോ ലേശം ശ്രദ്ധിച്ചിട്ട് വേണം. 1991 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലെറ്റർ പേഡിൽ ഗൾഫിലേക്ക് പോയ കത്താണിത്. ഇവിടെ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ SKSF-ന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണം എന്തോണ്ടറിയോ? എന്തിനാണ് ഈ വൃത്തികെട്ട തോന്യാസം പറയുന്ന ആൾക്കാർക്ക് ചില പാർട്ടിക്കാരെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ പോണത്? ഉള്ള തോന്യാസം മുഴുവൻ ഉള്ള മഹലിലൊക്കെ കുഴപ്പം. എന്നിട്ട് അതിനൊക്കെ ഒരു പാർട്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ പോകുന്ന ലജ്ജാകരമാണത്. ലജ്ജാകരം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താണ് ഈ ലെറ്റർ ബേർഡിൽ എഴുതി വിട്ടത്? ഗൾഫിക്ക് എഴുതി വിട്ട ലെറ്റർ ബേർഡാണ്. കേട്ടോളിങ്ങള്. ബഹു മക്ക കൾച്ചറൽ സെന്റർ മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ ദാറുൽ ഹുദ അക്കാദമി പ്രവർത്തക സുഹൃത്തുക്കൾക്ക്. അപ്പോഴും ഈ വണ്ടിമേൽ തന്നെ അവിടെയുള്ളത്. ക്ഷേമമെന്ന് കരുതട്ടെ, നമ്മുടെ നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടാണ് ഈ കത്ത് എഴുതിയത്. സേട്ടു സാഹിബ് ഒരു സ്വകാര്യ സന്ദർശനത്തിന് വരുന്നുണ്ട്. 91 സാമ്പത്തികമാണ് പ്രശ്നം, വിജയിപ്പിക്കണം. അതെ, നമ്മുടെ വിജയത്തിന് വേണ്ട എല്ലാ കരുനീക്കങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ഒരു കത്ത് എഴുതുക. അസംബ്ലി തിരിച്ചു പിടിച്ചാൽ കാരന്തൂര് മർക്കസ് അടക്കമുള്ള അരിവാൾ സുന്നികളുടെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കുകയോ പിടിച്ചടക്കുകയോ ചെയ്യാൻ സഹായിക്കാമെന്ന്
UDF നേതാക്കൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പച്ച നോണിയും വെച്ച് കത്ത് ചെയ്താവും ചിലപ്പോ. നോക്കണെങ്കില് ഇതിറ്റൊക്കെ ഒരു പൂതി ആലോചിച്ച് നോക്കണേ. മർക്കസ് പൂട്ടിക്ക, എല്ലാ സ്ഥാപനം. ഇനിയിപ്പോ നിങ്ങൾക്ക് മർക്കസാണ് തന്നൂന്ന് വെക്കുക. എന്താ ചങ്ങന്മാരങ്ങൾ അതുകൊണ്ട് കാട്ടുക? അല്ല, അതും വേണല്ലോ അറിയാം. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇവർക്ക് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി കേട്ടോലിട്ടോ, ബേപ്പൂർ, മഞ്ചേശ്വരം ഇനി കേട്ടോലിട്ടോ. വടകര പാർലമെന്റ് സീറ്റുകളിൽ നമ്മൾ BJP സ്വതന്ത്രരെയും ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ലെറ്റർ പേഡിലെ കത്ത്, മറ്റ് സ്ഥലങ്ങളിൽ അവര് നമ്മെയും പരസ്പരം സഹായിക്കാമെന്ന് ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട്. TK ഹംസയെ തോൽപ്പിച്ചാലേ നമുക്ക് ഭാവിയുള്ളൂ. വഖഫ് ബോർഡ് തിരിച്ചു പിടിക്കാതെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമല്ലല്ലോ. ഈ രഹസ്യം പുറത്താകരുത്. നിങ്ങൾ ആരോടത് പറയണ്ട. നിങ്ങളെ രഹസ്യമൊക്കെ എങ്ങനെ ഉണ്ടാകല്? നിങ്ങളെ എല്ലാ രഹസ്യം എങ്ങനെ ഉണ്ടാവല് നോക്കാൻ നിങ്ങൾ എന്താ ഈ മൊയ്ലേര് പറഞ്ഞത്? ആരാണ് എന്തൊക്കെ നിങ്ങൾ പറയുമ്പോ ഞങ്ങൾക്ക് ഇത് വിശദീകരിക്കാനോ? നിങ്ങൾ വിചാരിച്ചപ്പോ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നടക്കണ പല സ്ഥലത്ത് കൂടി. അപ്പൊ നമ്മളിവരെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടാത്തപ്പോ ഈ സാധുക്കൾ ധരിച്ചിരിക്കണം എന്താ അറിയോ? ഏപ്പിക്കാരൻ നാവടങ്ങിയിരിക്കണം. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല ചങ്ങായിമാരെ. നിങ്ങൾ അന്തക്കേട് ഓർത്തിട്ട് ഞങ്ങൾ പാതിരാക്കി എന്നിട്ട് പടച്ചോനോട് തോരക്കണമെന്നറിയോ? പടച്ചോൻ അന്തല്ലാത്ത ഈ കൗമിന് അന്തം കൊടുക്കണേന്നാ. എന്തിനാ നിങ്ങൾക്ക് അതിന് മറുപടി ആവശ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ, നാട്ടുകാര് നല്ലത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾക്കറിയാം. ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ കുറ്റം പറയുന്നില്ല. ഇതൊക്കെ ചിലപ്പോ ഏതെങ്കിലും പള്ളിയിൽ നിൽക്കുന്ന ഒരു മൊയ്ലേര്, അയാളാണ് ഒരു മഹലിൽ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ മഹലിലെ ജനങ്ങൾ എന്തിന് രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം സംഘർഷത്തിലേർപ്പെടണം? എന്തിന് അസ്വാരസ്യങ്ങൾ ഉണ്ടാവണം? ഈ വന്നു നിൽക്കുന്ന മൊയ്ലേക്കന്മാരൊക്കെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ തെറി പറഞ്ഞു അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മൊയ്ലേമാർക്ക് എന്താ കിട്ടുന്നത്? മൊയ്ലേമാരെ പണിയല്ലേ എടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അതിന്റെ ഇടക്ക് നമ്മുടെ പരിപാടിക്ക് വേണ്ടി പ്രവർത്തകർ, ഇതിന്റെ വിജയത്തിന് വേണ്ടി മറ്റൊരു കാര്യം കൂടി ആവശ്യമുണ്ടല്ലോ. അതിന് വരുന്ന സമയത്ത് നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇരിക്കട്ടെ, ഇത് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം. അതേപോലെ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകളോട് സൂറത്ത് യൂസുഫ് ഇവർക്കുള്ള വെറുപ്പും വിദ്വേഷവും, ആ വിദ്വേഷവും വെറുപ്പും കാട് കയറിപ്പോയി ഇപ്പോൾ എവിടം വരെ എത്തി? ഇതെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഓണപ്പറമ്പില് പള്ളിയും മദ്രസയും തകർത്തു ഇവര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ലജ്ജാകരമാണത്. മദ്രസ തകർത്തു, ഒപ്പം അള്ളാന്റെ ഭവനമായ പള്ളി തകർത്തു. ആരാ തകർത്തത്? മാർക്സിസ്റ്റുകാരാണോ തകർത്തത്? കമ്മ്യൂണിസ്റ്റുകാരാ തകർത്തത്? കോൺഗ്രസ്സുകാരാ തകർത്തത്? BJPക്കാരാ തകർത്തത്? ഈ തകർത്തത് ആരാന്നറിയോ? ആരായിരുന്നോ പ്രതികൾ? ചേളാരി സമസ്തയിലെ മെമ്പർഷിപ്പ് ഉള്ളവരും അവർ കോശാന പാടുന്ന ചില പാർട്ടിക്കാരും. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എവിടെയാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഉറഞ്ഞു തുള്ളുമ്പോൾ നഷ്ടപ്പെടുന്നത് വളർത്തിയെടുത്ത പ്രതാപങ്ങളാണെന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എത്ര വലിയ നെഗറ്റീവായ ഒരു ആശയമാണത് എത്തിച്ചത്. 1992 ഡിസംബർ 6 അയോധ്യയിലെ ബാബരി പള്ളി തകർത്ത് കളഞ്ഞപ്പോ സഹോദരങ്ങളെ 20 വർഷങ്ങൾക്ക് ശേഷവും കേരളത്തിലെ മുസ്ലിമീങ്ങളെ മനസ്സിൽ നിന്ന്, കേരളത്തിലെ മനസ്സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മനസ്സാക്ഷിയുള്ളവരുടെ മനസ്സിൽ നിന്ന് അതിന്റെ വേദനകൾ കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഡിസംബർ 6 ഇനി വരുന്ന സമയത്ത് ചേയെ സംബന്ധിച്ച് കാമാന്നൊരക്ഷരം പറയാൻ ഇതെന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? എന്താണ് ആ പള്ളി? സഹോദരങ്ങളെ, സങ്കടം വന്നു, ടൈൽസ് ഒക്കെ കുത്തിപ്പൊട്ടിക്ക്. എന്താ തെറ്റ്? ഇവരാരെങ്കിലും പറമ്പിലാ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്? അതല്ല. പിന്നെ പള്ളി AP ഉസ്താദിന്റെ അണ്ടറിലാണ് ആ പള്ളി. എന്താ തളിപ്പറമ്പ് എന്താ ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലേ? 1947 ഇന്ത്യ സ്വതന്ത്രമായിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു ശ്വസിക്കുവാനും ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാനും എന്തേ തളിപ്പറമ്പുകാർക്ക് അവകാശമില്ല എന്നാണോ പറയുന്നത്? അത് മാത്രമല്ല സഹോദരങ്ങളെ, ഈ സമസ്ത, ഞാനത് ചോദിക്കണേ, എന്തിനാ ഇവര് സമസ്ത എന്ന് പറയുന്നത്? നിങ്ങൾക്ക് മതത്തെക്കുറിച്ച് പറയാൻ എന്താണ് ഇനി ധാർമ്മിക അവകാശം എന്ന് ആലോചിക്കണം.
പാറാട്ട് ബോംബുണ്ടാക്കാൻ ഇവർ കൊട്ടേഷൻ കൊടുത്തില്ലേ? ഒരു ബോംബുണ്ടാക്കിയാൽ 800 റുപ്യായിരുന്നു. ഒരു ബോംബിന് 800 റുപ്യ. ആരാ കൊട്ടേഷൻ കൊടുത്തത്? പാവം ചില ചെറുപ്പക്കാര് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ബോംബ് പൊട്ടി അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ജനനേന്ദ്രിയം വരെ തകർന്ന് കിടപ്പിലാകേണ്ട ഒരു അവസ്ഥ വന്നില്ലേ സഹോദരങ്ങളെ? എന്തിനാണ് ഈ സമസ്ത ഇങ്ങനെ ചില മുസ്ലിം ഭീകരരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് തെറ്റായ ആശയവും സന്ദേശവും കൊടുക്കാൻ എന്തിനാണ് ചേളാരി കേന്ദ്രീകരിച്ചൊരു സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. ബോംബുണ്ടാക്കാൻ സമസ്ത നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ആരാണ് അവർക്ക് ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത്? ആ ബോംബ് ആരെ നെഞ്ചത്തെറിയാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ആരെ നെഞ്ചത്തെറിയാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പൊ അക്രമ പ്രവർത്തനങ്ങളിലേക്ക് ഇവരുടെ പ്രസ്ഥാനം ഇന്ന് വഴിവിട്ട സമീപനമാണ് ആ വഴിയിൽ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഓണപ്പറമ്പിലെ പള്ളി മദ്രസയും തകർത്തപ്പോ ചേലാരി കമ്പനിയുടെ പള്ളി പൊളിക്കുന്ന മദ്രസ കത്തിക്കുന്ന ഒരു കർസേവ സംഘമാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഇവരറിഞ്ഞു. ചേലാരി സമസ്തയെ സമൂഹം മനസ്സിലാക്കുന്നു എന്ന് കണ്ടപ്പോ ഇവര് ചെയ്ത കുത്തിത്തിരിപ്പ് അടുത്തത് എന്താണെന്നറിയോ? ഓണപ്പറമ്പില് അവരെ ഒരു മദ്രസന്റെ പഴയ മദ്രസ, അതേതായാലും പൊളിക്കാൻ കിടക്കണ മദ്രസ. അപ്പൊ ഇവര് യോഗം കൂടിയിട്ട് എന്ത് പറഞ്ഞ്, എന്നാലും ഏപ്പിക്കാർ അങ്ങനെ ഞെളിയണ്ട, ഇപ്പൊ ഞമ്മള് പൊളിച്ചത് നാട്ടുകാർ മൊത്തം അറിഞ്ഞ്, ഇനി നമ്മളൊരു കാര്യം ചെയ്താളാ, ഞമ്മൾ തന്നെ പൊളിക്കുക, കത്തിക്കുക, എന്നിട്ട് ഞമ്മൾ പിറ്റേന്ന് എന്ത് പറയാ, ഏപ്പിക്കാർ കത്തിച്ചിക്കണെന്ന് പറയാം. അപ്പൊ നാട്ടുകാർ വിശ്വസിക്കും, പത്രക്കാരൊക്കെ നമുക്ക് വേണ്ടി കിട്ടും ചെയ്യും. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷേ അതിൽ സങ്കടമായതെന്തറിയോ? ഒരു ഖുർആന്റെ കോപ്പി, അള്ളാന്റെ വിശുദ്ധ കലാം അതിന്റെ അകത്ത് ഇട്ടുവര് കത്തിച്ചു. എന്തിനാണ് ഈ ഖുർആനിട്ട് കത്തിച്ചതെന്നറിയോ? ഖുർആനിട്ട് കത്തിച്ചത് എന്തിനായിരുന്നു? ഖുർആനേപ്പിക്കാർ കത്തിച്ചു എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം താത്താരോട് വയല് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം സഹോദരിമാരെയും മുസ്ലിം ഉമ്മമാരെയും ചേളാരി സമസ്തയുടെ കൂടെ നിർത്താനുള്ള ശ്രമം. പടച്ചോനാടോ വലിയവൻ, അള്ളയാ വലിയ. ഇതെയ്തു നമ്മളെ പാവം ചില പ്രവർത്തകരെ പേരിൽ കേസ് കൊടുത്തു. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭരണത്തിന്റെ സ്വാധീനം മറ്റൊക്കെ ഉപയോഗിച്ച് അനങ്ങിയൊരു 308 അല്ലേ, അനങ്ങിയ 308 തന്നെ. 308 കുറഞ്ഞ പരിപാടിയില്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പോലീസുകാർ നമ്മളെ ചില പ്രവർത്തകരൊക്കെ പിടിച്ചുകൊണ്ടുപോയി, ഒന്നും ചെയ്തില്ല. അവർക്കറിയാം നമ്മൾ നല്ലോരാണ് ചെയ്യൂല എന്നുള്ളത്. നല്ല ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടി. പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾ ശരിക്കും ഒന്നും കൂടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മദ്രസന്റെ ഉള്ളിലത്തെ മേശ കാണണില്ല. നോക്കണങ്ങള്. അപ്പൊ അവര് മേശ എടുത്ത് വെച്ചിരിക്കാണ്. എന്തിനാ മേശ എടുത്ത് വെച്ചത്? മേശയിലാണ് ആജർ പട്ടിക ഉള്ളത്. ഈ ആജർ പട്ടികന്റെ വിലയും നിലയും കൂടി ഖുർആന് കൊടുക്കാത്ത നിങ്ങള് ഇനി മതത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. മതം പറയാൻ, മതകാര്യങ്ങൾ പറയാൻ ഇവിടെ താജുൽ ഉലമയുണ്ട്, ഖമറുൽ ഉലമയുണ്ട്. അവരല്ലാതെ നിങ്ങളെ സമസ്ത മതം പറയാൻ നിൽക്കണ്ട. അവിടെ ഖുർആൻ കത്തിക്കുന്ന മതവിധി എന്താടോ? ഏത് ഗ്രൂപ്പാ കത്തിച്ച? നിങ്ങളാണോ ഞങ്ങൾക്ക് സമസ്ത വിശദീകരിച്ചിരുന്നത്? നിങ്ങളെ വർത്താനം ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എത്ര ലജ്ജാകരമാണിത്. 7 രക്തസാക്ഷികൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അവരെന്ത് തെറ്റ് ചെയ്തു? മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ ഓമനപുത്രൻ കുണ്ടൂരിലെ കുഞ്ഞു വിശുദ്ധ റമളാനിലാണ് സഹോദരങ്ങളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. മഹാനായ KTC ഖാദിർ മദ്രസാധ്യാപകനായിരുന്നില്ലേ? പ്രത്യേകം കൈപിടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ട് കമ്പിപ്പാര തലക്കടിച്ചു കയറ്റി മൃഗീയമായി അരുംകൊല ചെയ്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ KTC ഖാദറിനെ കൊന്നതാരാണ്? BJP-ക്കാരായിരുന്നില്ല, RSSകാരായിരുന്നില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല, ഇവിടുത്തെ കോൺഗ്രസുകാരായിരുന്നില്ല. ആ കൊടും ക്രൂരത ചെയ്ത ലോകത്തൊരു മതസംഘടനയുണ്ടെങ്കിൽ അത് ചേളാരി സമസ്തയായിരുന്നു. അറിയോ നിങ്ങൾ? അതേപോലെ തന്നെ അതിനുശേഷം സഹോദരങ്ങളെ എത്ര സംഭവങ്ങൾ. കുറ്റിമൂച്ചിയിലെ അബ്ദുക്ക, കിടങ്ങയത്തെ കൂട്ടിക്ക, ഔതിലിട്ട് വെട്ടിക്കൊന്നില്ലേ നിങ്ങൾ? അതിനുശേഷം മലപ്പുറം ജില്ലയിലെ എലങ്കൂരിലുള്ള അബുഹാജി എന്ന് പറയുന്ന സഹോദരൻ, 60 വയസ്സിലേറെ പ്രായമുള്ള ആ മഹല്ലിലെ ട്രഷറർ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? മദ്രസയില് ആലിമീങ്ങളെ പച്ചർച്ചി തിന്നുന്നൊരു പാട്ട് വെച്ചപ്പോ അത് വെക്കരുത്,
നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ വെക്കൂ എന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ആ പ്രായം ചെന്ന മനുഷ്യന്റെ നേരെ പട്ടിക കൊണ്ട് ആഞ്ഞടിച്ച മനുഷ്യനെ കൊലപ്പെടുത്തിയത്? അതിനുശേഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊട്ടടുത്ത വെളിപ്പാടകലയുള്ള കല്ലാങ്കുഴിയിലെ ജാതി മതഭേദമന്യേ ആർക്കും അവിടെ ചെന്ന് ചോദിക്കാം. പള്ളത്ത് ഹംസ എന്ന് പറയുന്ന സഹോദരനെ കാശ് കിട്ടിയിട്ടും മരുന്ന് വാങ്ങിച്ച മുസ്ലിം സഹോദരിമാര് നെഞ്ചത്തടിച്ച് കരയുന്ന കാഴ്ചയാ കല്ലാങ്കുഴിയിലുള്ളത്. അറിയോ നിങ്ങൾ എന്താണ് പള്ളത്ത് ഹംസ ചെയ്ത തെറ്റ്? അവരുടെ സഹോദരൻ, ഈ പ്രസ്ഥാനത്തിന്റെ ആവേശമായിരുന്ന അവിടെയുള്ള പ്രവർത്തകൻ നൂറുദ്ദീൻ എന്ന് പറയുന്ന സഹോദരനെ ഇഞ്ചിഞ്ചായി നുറുക്കി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയ നിങ്ങളാണോ മതത്തിന്റെ പേരിൽ ഇനി വർത്തമാനം പറയുന്നത്? അറിയണം സഹോദരങ്ങളെ, ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്യുന്നവർ ആരായിരുന്നാലും ശരി, അവരൊക്കെയും റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇവർക്ക് നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാലോചിക്കണം. എന്തിനാണ് ഈ കൊലയാളി സംഘത്തിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് സമസ്തക്ക് പങ്കില്ലെന്ന് പറയാൻ, സമസ്തക്ക് പങ്കില്ലെന്ന് പറയേണ്ടത് ആരാണ്? ആരാ പറയേണ്ടത്? മലപ്പുറത്ത് നിന്ന് വണ്ടി കയറിയവർ പറയേണ്ട ആവശ്യമില്ല. കല്ലാങ്കുഴിയിലെ നിഷ്പക്ഷരായി അവിടെ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം എന്തിനാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന്. അവരാ നാട്ടിലെ ഒരു തെറ്റ് കണ്ട സമയത്ത് ആ തെറ്റ് ചോദ്യം ചെയ്തത് എവിടെ? നിങ്ങൾ ആഫീസിൽ വന്ന് ചോദിച്ചിട്ടില്ലല്ലോ. ചോദിച്ചത് കോടതിയിലാണ്. അങ്ങനെ കോടതി വിധി സമ്പാദിച്ചതിന്റെ പേരിൽ സഹോദരങ്ങളെ വേറെ ചിലതും പുറത്തു വരുമെന്ന ഭയം കൊണ്ടായിരിക്കാം. വളരെ ലജ്ജാകരമാണ് ആ പ്രവർത്തനം. അള്ളാന്റെ ഖുർആൻ എന്ന് പറഞ്ഞത്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരു മുഅ്മിനെ കൊന്നാൽ ഫജസാഉഹു ജഹന്നം, അവർക്കുള്ള പ്രതിഫലം നരകമാണ് എന്നാണ്. ഖാലിദൻ ഫീഹ, ആ നരകത്തിൽ അവർ കാലാകാലം കഴിയണം. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹ് അവരോട് ദേഷ്യം വെക്കും. വലഅനഹു, അല്ലാഹ് അവരെ ശപിക്കും. വഅഅദ്ദ ലഹു അദാബൻ അദീമാ, അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന വേദനാജനകമായ ശിക്ഷയാണ്. നോക്കണം നിങ്ങൾ, ഒരു മതസംഘടന ലോക ചരിത്രത്തിൽ അള്ളാന്റെ വിശുദ്ധ കലാമായ ഖുർആൻ കത്തിച്ച ഒരു മതസംഘടന ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ചേളാരി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചേളാരി സമസ്ത എന്ന് പറയുന്ന സഹോദരൻ, ആ ചേളാരി സമസ്ത എന്ന് പറയുന്ന സംഘടനയാണ്. അതേപോലെ നിസ്വാർത്ഥരായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകന്മാരെ തെരഞ്ഞുപിടിച്ചിട്ട് അരുംകൊല ചെയ്ത ഒരു മതസംഘടനയുണ്ടെങ്കിൽ ചേളാരി സമസ്തയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിന്റെ ക്രെഡിറ്റ്. പിന്നെ ഇവർക്ക് സുബ്ഹാനല്ലാഹ് സമസ്തക്കിടയിൽ പിളർപ്പുണ്ടായതിനു ശേഷം ഇവർ പറയുന്നിപ്പോ എന്താ അറിയും? ഈ കെ സുന്നി. എന്ത് ഈ കെ സുന്നിയ? നിങ്ങൾ ഒരു ഈ കെ സുന്നിയല്ല. മഹാനായ ശംസുൽ ഉലമ ഈ കെ ഉസ്താദിന്റെ ആത്മാവ് പൊറുക്കൂല കൂട്ടരെ നിങ്ങളോട്. ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ സമസ്ത പിളർന്നത് അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മഹാനായ ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് അവരുടെ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? നോക്കൂ നിങ്ങൾ, ചന്ദ്രികാ ദിനപത്രം 96 ചന്ദ്രികാ ദിനപത്രമാണ് നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത്. എന്റെ കയ്യിലുണ്ട്. എന്താണതിൽ ശംസുൽ ഉലമ അവിടുത്തെ അവസാനത്തെ ആഗ്രഹം ശംസുൽ ഉലമ പറഞ്ഞതായി ചന്ദ്രിക എഴുതിയത് എന്താണ് എഴുതിയത്? ആരാണ് ആ ലേഖനം എഴുതിയത്? അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന ആളാണ്. അയാൾ ആരാ? രാഷ്ട്രീയത്തിൽ അയാൾ മുസ്ലിം ലീഗുകാരനാണ്. ചേളാരി സമസ്തയുടെ SYSന്റെ വലിയ ഗുളേണ്ടറുമാണ്. ഈ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ ചന്ദ്രികാ ദിനപത്രത്തിൽ 96 ചന്ദ്രിക, ആഗസ്റ്റ് മാസം 20 വെള്ളിയാഴ്ചത്തെ ചന്ദ്രിക, ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഇന്നും കിട്ടും ഈ ചന്ദ്രിക. ഇത് ശംസുൽ ഉലമ അബ്ദുറഹ്മാൻ കല്ലായിയോട് പറഞ്ഞതെന്താ? സമസ്തയുടെ പുനരേകീകരണം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായിരുന്നു. ഇരുഭാഗത്തുമുള്ള പണ്ഡിതന്മാരോട് വിനീതമായി ഉണർത്തട്ടെ, ശൈഖുനാക്ക് നാം നിർമ്മിക്കുന്ന ഏറ്റവും ഉചിതമായ സ്മാരകം ഇരു സമസ്തകളുടെയും മാന്യമായ പുനരേകീകരണമാണ്. അല്ല, ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് കണ്ണീർ അങ്ങനെ വല്ലാതെ കുടിപ്പിച്ചു എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. അങ്ങനെ കുരുത്തക്കേട് പറ്റിപ്പോയൊരു പാർട്ടിക്കാരാണ് AP-ക്കാർ എന്നാണല്ലോ ഇപ്പൊ വരെ പ്രചരണം. അങ്ങനെയാണെങ്കിൽ അന്നം തിന്നുന്ന ചേലാരിക്കാരോട് ഞാൻ ചോദിച്ചോട്ടെ, ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം ഇങ്ങനെ ഉണ്ടാവോ? ശംസുൽ ഉലമ അവസാന സമയത്ത് എന്താ പറയാ? ഒരു കാരണവശാലും AP വിഭാഗത്തിന്റെ കൂടെ നമ്മുടെ ഒരാൾ പോലും പങ്കെടുക്കരുത്, പ്രവർത്തിക്കരുതെന്ന് ശംസുൽ ഉലമ പറയുമായിരുന്നില്ലേ? അങ്ങനെ ശംസുൽ ഉലമ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, 2 സമസ്തയോടും ഒന്നിക്കണമെന്നായിരുന്നു മഹാനായ ശംസുൽ ഉലമ അവസാനമായിട്ട് അവിടുത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചത്.
അവിടുത്തെ ആഗ്രഹം അറിയിച്ചത്. ഇനി എന്റെ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്, കണ്ടില്ലേ നിങ്ങൾ, AP ഉസ്താദ് പ്രസംഗിക്കുമ്പോഴൊക്കെ ഐക്യത്തെക്കുറിച്ച് പറയുന്നത്. കാരണം സുന്നികൾ ഐക്യപ്പെടണം. പരമാവധി എങ്ങനെ മഹലിൽ ഭിന്നിപ്പുണ്ടാകാൻ പറ്റുന്ന ഒരു മഹലിലെ ഖത്തീബിന്റെ റോൾ എന്താ? അല്ല, അതും ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കുടുംബങ്ങൾ തെറ്റിക്കല ഒരു മഹലിലെ ഖത്തീബ് ചെയ്യേണ്ടത്. കുടുംബങ്ങൾ വല്ലതും തെറ്റി നിൽക്കുന്നെങ്കിൽ എങ്ങനെയൊക്കെ അത് കൂട്ടാന്നുള്ള ശ്രമം നടത്താൻ വേണ്ടത്. ഉള്ള കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്ന മൗലിയന്മാര് എന്തൊരു ദുൽമാണിത്. നാട്ടുകാര് പാവങ്ങളായിരിക്കും, ഒരേ ആശയത്തിലും ഒരേ ആദർശത്തിലും ജീവിക്കുന്നവരല്ലേ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾ. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് മഹാനായ AP ഉസ്താദ് പറഞ്ഞു, ഐക്യം ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. മുസ്ലിമീങ്ങൾ അനൈക്യപ്പെടേണ്ടവരല്ല, ഐക്യപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് AP ഉസ്താദ് എന്നും ശംസുൽ ഉലമയുടെ ഈ അന്ത്യാഭിലാഷം നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. AP ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. മൂന്നിട്ട് കൊടുക്കും. ശ്രീ സലീമിനെ ഞാൻ ആദ്യം മൂന്ന് അഭിനന്ദിക്കുക കൂടിയാണ്. ആ പിക്ചറൊന്ന് ഒഴിവാക്കിക്കേ, ഇനി വേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഐക്യപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുന്നി ഐക്യം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ പോരാ, അതിന് മുന്നോട്ട് വരണം. മുസ്ലിംകൾ ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരണം. ഇത് പറയുമ്പോ സുന്നി ഐക്യമെന്നോ മുസ്ലിം ഐക്യമെന്നോ പറഞ്ഞാൽ ഈ ഐക്യം കൊണ്ട് മറ്റുള്ളവരെ എതിർക്കാനല്ല. ഒരു സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത് അത് വർഗീയതയല്ല. സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത് ഒരിക്കലും വർഗീയതയല്ല. സമുദായം ഐക്യപ്പെടുന്നത് വർഗീയതയല്ല. സമുദായം ഐക്യപ്പെടുന്നത് ഭീകരതയല്ല. അതുകൊണ്ട് സമുദായം, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഐക്യപ്പെടാന്ന് പറയുന്നവർക്ക് ലയിച്ചു പോകുമോ എന്ന പേടിയും വേണ്ട. ഐക്യം ഒരിക്കലും ലയനമല്ല. ഇവര് പേടിച്ചതും അതാണ്. രണ്ട് സമസ്തയും കൂടി ഇങ്ങോട്ട് ഐക്യപ്പെടുമെന്ന് കേട്ടപ്പോ വിചാരിച്ചത് രണ്ടും കൂടി ഒന്നാകാണ്. അങ്ങനെ ലയിക്കുകയാണെങ്കിൽ പിന്നെ ഗൾഫിക്കും വിദേശ രാജ്യത്തേക്കും ഒക്കെ മൂപ്പരാ പോവുക. പിന്നെ ഞമ്മക്ക് അങ്ങോട്ട് പോക്ക് കിടക്കൂല. പിന്നെ മാത്രമല്ല, മുജാഹിദ് ജമാഅത്തേരോട് മറുപടി പറയാൻ ഒക്കെ ഇപ്പുറത്തെ ആൾക്കാരുള്ളൂ. ഇനി നല്ലൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതും അവിടെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് മൊത്തം പിന്നെ ഓലാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ആകാശം കണ്ട് പൊട്ടി വീണാലും ഐക്യപ്പെടാൻ പാടില്ല. ഇത് നമ്മുടെ സെക്രട്ടറിയുടെ പ്രസംഗം ആർക്കും എല്ലാരും കേട്ടല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മുസ്ലിയാര് അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ തന്റെ അനുയായികൾക്ക് നൽകുന്ന നിർദ്ദേശം എന്ത് മനോഹരം, എന്ത് ചൊറുക്കുള്ള വർത്താനം. എന്നാ വരട്ടെ അപ്പുറത്തെ സെക്രട്ടറി സമസ്ത ഏതാ ഒറിജിനൽ ഇതെന്ന് തിരിയില്ലേ? വരട്ടെ. ഈ ചില നേതാക്കന്മാര് പറഞ്ഞത് ഒരു സമവായ അങ്ങനെ വായണ്ടോ? നമ്മൾ കേട്ടത് നിയന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ തന്നെ കേൾക്കുള്ളൂ. ഇങ്ങനൊരു സമവായ വായ അത് കൊലക്കും സംശയിക്കുന്നു. അതിനും ശരി, നല്ല കൗമുവാണല്ലോ. തരക്കളില്ല. രണ്ടും ശത്രുക്കളാണെങ്കിൽ സമമായിട്ട് പോകാം, രണ്ടും മിത്രങ്ങളാണെങ്കിലും സമമായിട്ട് പോകാം. ഒന്ന് വലിയ അങ്ങേയറ്റം പണം ചെലവാക്കി ഇവർക്ക് വേണ്ടി അധ്വാനിച്ച മിത്രം, കഠിനാധ്വാനം ചെയ്തിട്ട് ജീവിതം മുഴുവൻ എതിർക്കുന്നവര്. അതിന്റെ ഇടയിൽ ഇപ്പൊ എങ്ങനെ ഈ സമയവായം വെച്ച് നടന്നാൽ പറ്റുമോ? എങ്ങനെയുണ്ട്? ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. മൂപ്പര് ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യം എല്ലാരും കേട്ടല്ലോ. വാഴ വായ ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള വിവരം അയാൾക്കില്ല. പക്ഷെ ഞാനത് വേദനാജനകമായിട്ടാ പറയുന്നത്. ഇവിടുത്തെ മാധ്യമ ദിനപത്രം ഇപ്പൊ വരെ മുഖസ്തി ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന പത്രം തന്നെയാണ് ഈ പ്രസംഗത്തിന് ശേഷം ഈ മലയാള ഭാഷയിലെ തെറ്റുകൾ സൂചിപ്പിച്ച് എഴുതുകയും ചെയ്തത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഒരു നിലക്കും വിട്ടുവീഴ്ചക്കില്ല. ഇനി മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ, നമുക്കൊക്കെ അറിയാം, ചിലപ്പോ ഒന്നിച്ചു നിൽക്കുന്ന മഹല്ലുകളൊക്കെ, ഇവരൊക്കെ ചിലപ്പോ മഹല്ലിന്റെ എണ്ണം ഇങ്ങനെ പറയലുണ്ട്. ഇവരുണ്ടാക്കിയ മഹല്ലാണല്ലോ അപ്പൊ അതൊക്കെ. ആ നാട്ടിലെ പൂർവ്വകാല വല്യപ്പാരും വല്യന്മാരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളി മദ്രസയാണ്.
മദ്രസയിൽ ചിലപ്പോ ഇവരെ ബുക്ക് പഠിപ്പിക്കുന്നുണ്ടാവും മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഓല മദ്രസായി. ഇവരെ ബുക്ക് പഠിപ്പിക്കണൊക്കെ അവരുടെ മദ്രസ. അങ്ങനെയൊക്കെ ഇവര് എണ്ണലുള്ളത്. അതെങ്ങനെ ഇവര് കണക്കുവെക്കല് വെച്ചാല് ഇവരെ എന്തൊരു പത്രമുണ്ട് മദ്രസയ്ക്ക് അയച്ചു കൊടുക്കണേ. ഈ പത്രം ഇപ്പോഴുണ്ട്. എത്രയോ സുന്നി വിദ്യാഭ്യാസ ബോർഡുക്കും എന്തിരില് ഓല പത്രം ഇങ്ങനെ വരലുണ്ട്. അപ്പൊ അതിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഇവരിങ്ങനെ മദ്രസ എണ്ണലാണ് സാധാരണ ചെയ്യാറുള്ളത്. എനിക്കത് ഏതായിരുന്നാലും ഒന്നിച്ചൊക്കെ നിൽക്കുന്ന മഹല്ലില് രണ്ട് വിഭാഗത്തിന്റെയും ആളുകൾ സഹകരിച്ചു പോണ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. അപ്പൊ എ പി ഉസ്താദ് പറയണ എന്താ അറിയോ? നോക്കി നിങ്ങൾ അവിടത്തെ കൽബിന്റെ വിശാലത നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉസ്താദ് പറയാണെന്ത്, ഇന്ന അങ്ങനത്തെ പരിപാടിക്ക് വിളിക്കുകയാണെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല, ഞാൻ പോകാൻ റെഡിയാണ്. അതേ സമയത്ത് ഇവരെ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾക്ക് അതിന് പറ്റൂലെന്ന്. രണ്ട് സെക്രട്ടറിമാരെ സംസാരം നിങ്ങൾക്ക് കേൾക്കാം. ആദ്യം ഓല സെക്രട്ടറി, പിന്നെ എ പി ഉസ്താദിന്റെ സംസാരം, രണ്ടും നിങ്ങൾ കേട്ടു. ഇനി ഐക്യം നിലനിൽക്കണമെങ്കിൽ ഈ നിബന്ധനകൾ, അതായത് പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾ തിരിച്ചേൽപ്പിക്കണം. അതിങ്ങനെ ഏൽപ്പിച്ച് ഏതാനും കഴിഞ്ഞു വരുമ്പോഴേ ഇനി പുതിയൊരു ഐക്യത്തിന് വർത്താനുള്ളൂ. പക്ഷെ ഐക്യത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഭയങ്കരം തന്നെ. ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേജ് പങ്കിടുക, ഓല് പടിയും വരെ നമ്മൾ അവിടെയും പോവുക, അതിനും സാധിക്കും. ഇനി പരസ്പരം വേദി പങ്കിടുന്നതിനെ കുറിച്ച് എ പി ഉസ്താദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. സുന്നി ഐക്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക. അതിന് തയ്യാറുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി ഏത് സ്റ്റേജിലേക്ക് ക്ഷണിച്ചാലും, സുന്നികൾ മാത്രം നടത്തുന്ന ഏത് സ്റ്റേജിലേക്കും ഏത് സദസ്സിലേക്കും എന്നെ ക്ഷണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പോകാൻ തയ്യാറാണ്. നിങ്ങൾ എ പി ഉസ്താദിനെ ക്ഷണിക്കണ്ട, ഞങ്ങൾക്ക് തന്നെ ക്ഷണിച്ചിട്ട് ഉസ്താദിനെ കിട്ടുന്നില്ല. ഉസ്താദിന് അത്രയും തിരക്കാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയും. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദർശ പൊതുയോഗം ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങളെ, രണ്ട് സെക്രട്ടറിന്റെയും പ്രസംഗ ശൈലികൾ കേട്ടല്ലോ. ഐക്യം, അതാണ്. കൽബ് വിശാലമുണ്ട്, അപ്പുറത്ത് കുടുസ. എങ്ങനെങ്കിലും മുസീബത്തും ഉൽമുണ്ടാക്കാൻ പറ്റുന്ന വാക്കും പ്രവൃത്തി തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഗ്രൂപ്പിലില്ലാത്ത തങ്ങന്മാർക്കൊന്നും ബഹുമാനമില്ലെന്ന വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. അതൊക്കെ അപ്പുറത്തുള്ളത്. ഓല ഗ്രൂപ്പ് പെട്ട തങ്ങളാണെങ്കിൽ വലിയ തങ്ങള്, ഇല്ലെങ്കിൽ അയാളെപ്പോലത്തെ മോശക്കേടിഞ്ഞ് വേറെ ആരും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. അഖിലു ബൈത്തൊക്കെ ഞങ്ങൾ ബഹുമാനിക്കും. പക്ഷെ ഒരു വേദന ഉണ്ട്. ആ വേദന ഞാൻ ഇവിടെയുള്ള മുസ്ലിം ലീഗരോടും പറയാം. എന്ത്? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാലശേഷം അദ്ദേഹത്തെ പോലെ ഒരു വിശാല മനസ്സുള്ള ഒരു പിൻഗാമി വരാത്തതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. അത് എന്നെപ്പോലെ ആ വേദന പലർക്കും അറിയുന്ന വിഷയമാണ്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ആ പാണക്കാട് തങ്ങളും അവിടുത്തെ അവസാന സമയത്തും എ പി ഉസ്താദുമായിട്ട് അയാൾക്കും ചില നല്ലൊക്കെ ബന്ധമുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അങ്ങനെ ലയിക്കുക അല്ലെങ്കിൽ അതങ്ങനെ ഒന്നും വായിക്കാനില്ല. അവരും തമ്മിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മംഗലാപുരത്തുണ്ടാക്കിയ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് തഖ്വ എന്നാണ് ആ പള്ളിന്റെ പേര്. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണ് പാണക്കാട് തങ്ങളെ പേര് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ പാണക്കാട് തങ്ങളെ വിവരറിയിച്ചു. തങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ആ പള്ളി ഉദ്ഘാടനത്തിൽ അവർ പങ്കെടുക്കുന്നു. ഇമാമത്ത് തങ്ങൾ നിൽക്കുന്നു. എ പി ഉസ്താദും ഉള്ളാത്തപ്പാപ്പയും പാണക്കാട് തങ്ങളും ഒക്കെ ഒരു വേദിയിൽ പങ്കെടുക്കുന്നു. നോക്കണം നിങ്ങൾ, ഈ ചേലാരി സമസ്ത അതിന് ശേഷം പാണക്കാട് തങ്ങളെ പങ്കെടുത്തതിനെ കുറിച്ച് ഓരോ സെക്രട്ടറിയോട് ചോദിച്ചു പറഞ്ഞു, പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആളല്ല. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ കേൾപ്പിച്ചു തരാം. ആദ്യം ആ സൗഹൃദ ആ പരിപാടി നിങ്ങളൊന്ന് ശരിക്ക് സ്ക്രീനിൽ കാണും. ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദ് തഖ്വ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള മംഗലാപുരം മസ്ജിദ് തഖ്വയുടെ ഉദ്ഘാടനത്തിന് കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ മടികൂടാതെ കടന്നുവന്നു. പാണക്കാട് തങ്ങളെന്ന ആ മാന്യതയുടെ പ്രതീകം, ആദർശ കൈരളിയുടെ ആത്മീയ നായകരായ താജുൽ ഉലമ ഉള്ളാൽ തങ്ങളും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും മസ്ജിദ് തഖ്വയുടെ കവാടം തുറന്ന് ഉദ്ഘാടനം ചെയ്ത് മസ്ജിദ് തഖ്വ അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ചു.
10,000 അണിനിരന്ന വിശാലമായ മസ്ജിദ് തഖ്വയിൽ നടന്ന പ്രഥമ ജമാഅത്തിന് ഇമാമായി നേതൃത്വം നൽകിയത് ആദരണീയരായ പാണക്കാട് തങ്ങളായിരുന്നു. തുടർന്ന് സമസ്തയുടെ സമന്വിതരായ സാരഥികളുമായി സൗഹൃദം പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദും പാണക്കാടത്തെ തങ്ങൾ പാപ്പ മരണപ്പെട്ട സമയത്ത് ആ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ജനലക്ഷങ്ങളാണ് ഒഴുകിയത്. അതൊക്കെ മുസ്ലിം ലീഗുകാരൊന്നല്ല പോയത്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കേരളത്തിലെ നാനാജാതി മതസ്ഥരാണ് ഒഴുകിയത്. അത് അദ്ദേഹത്തിന്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ തന്നെയായിരുന്നു അതിന് ഹേതു. എന്നാൽ അതേപോലെ ഒരു പിൻഗാമിയെ കാണാൻ കഴിയുന്നില്ല എന്ന് വേദന ഞാൻ വീണ്ടും വീണ്ടും പങ്കുവെക്കുക തന്നെയാണ്. അതേപോലെ അപ്പൊ ഈ പള്ളി ഉദ്ഘാടനത്തിന് ഇങ്ങനെ പാണക്കാടത്തെ തങ്ങൾ AP ഉസ്താദും കൂടി ഒരുമിച്ച് കൂടെ ഞങ്ങൾക്ക് കണ്ടപ്പോ മലപ്പുറം ജില്ലയിലെ ചെങ്ങാനിക്കടുത്തൊരു സ്ഥലം, ചെങ്ങാനി തന്നെ, അപ്പോ അവിടെ ഒരു ഒന്നിച്ചുള്ളൊരു പരിപാടി. അതിലാദ്യം ചേലാരി സമസ്തന്റെ സെക്രട്ടറിയെ ചെന്ന് കണ്ടിട്ടുണ്ട്, അവരെ പരിപാടിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറ സമസ്തന്റെ മുഷാവറ മെമ്പറായ കരീം മുസ്ലിയാർ ആ പരിപാടിയിലുണ്ട്. അങ്ങനെ ലാസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യൂ, ഈ അപ്പുറത്തെ സമസ്തന്റെ സെക്രട്ടറി ഞാൻ പരിപാടിക്ക് വരൂല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള ഒരാൾ വിളിച്ചിട്ട് ചോദിക്കാണ്, നിങ്ങൾ എന്താ വരാത്ത, ഇങ്ങനെ പാണക്കാട് തങ്ങളൊക്കെ അവിടെയൊക്കെ കൂടിയിട്ടില്ലേ, എന്താ ഒലു ഉണ്ടിച്ചിട്ടാണോ വരാത്തത് എന്ന് പറയുന്ന സമയത്ത് ഇയാൾ പറയണ പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആരാണ്. ഓ ഇവരെ വേദിയിൽ ഇങ്ങനെ പാണക്കാട് തങ്ങന്മാരെ പോലീസ് കണ്ട് മഴകണ്ട് പെയ്യല. കാര്യത്തോടെ എടുക്കുമ്പോൾ ചോദിക്കുക പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആരാണ്. കേട്ടോളിങ്ങൾ ഓലെ സെക്രട്ടറി പറയുന്ന ഉത്തരം. ആരാണ് ഇത്? കരുവാങ്കരെന്ന ആരാ വിളിക്കണേ? സെക്രട്ടറിയാണ് കരുവാങ്കരന്റെ. നേരത്തെ ഉച്ചയ്ക്കല്ലേ? ഞാൻ ജോയിന്റ് സെക്രട്ടറിയാണ്. നമ്മളെ പ്രവർത്തകരനാണ് ഉസ്താദ്. നേരത്തെ പറഞ്ഞിരിക്കുകയാണ് ജോയിന്റ് സെക്രട്ടറി ആയി. ജോയിനോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വിളിച്ചത്. ഉസ്താദ് വരുമോ? ആദ്യം സെക്രട്ടറി വിളിച്ചിരുന്നു. എന്താ പറഞ്ഞിട്ട് എന്നോട് സലീം ഉസ്താദ് ഉള്ളതുകൊണ്ട് മുഞ്ചേരിലുള്ളതുകൊണ്ട് നിങ്ങൾ വരൂലെന്ന് പറഞ്ഞു. ഞങ്ങളെ പിന്നെ രണ്ട് ബാക്കിയല്ലേ ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് പോണ സ്ഥലമല്ലേ ഉസ്താദ്? ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് പോണ സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പോയ സ്ഥലത്തേക്ക് ആളുകൾ ഉത്സവം ഇന്ന ഉത്സവം ഒന്നിച്ച് പോയില്ല. നമ്മളെ കരിഞ്ചേരി വിലക്കല്ലാണ് ഓരോ വിഷുക്ക് വലുതാണ്ടാണെന്ന് ഇലക്ഷൻ ഞാൻ ഉണ്ടാവും പറഞ്ഞിട്ട് തെരുവൂരുണ്ടായാണ്ടാവും ഞാൻ പറഞ്ഞു. ഈ ഭാഗത്തുപ്പെട്ട നേതാക്കന്മാർ ഞങ്ങളിത് കൂടുതൽ ചെയ്തേരെ. ഞങ്ങളുടെ സമസ്തയിലുള്ള തീരുമാനം അങ്ങനെ അയ്യോ കേട്ടോ. ഓൻ പറഞ്ഞോട് ഓൻ പറഞ്ഞ അവസാന ഞാൻ പറഞ്ഞാണ് ചേച്ചി. സമസ്തയുടെ ഇങ്ങനത്തുള്ള തിരിഞ്ഞു പോയവരാണ് അവര്. ഞങ്ങൾ അവരെ നേതാക്കന്മാർ നമ്മൾ തുടരില്ല. എപ്പം തിരിഞ്ഞു നമ്മൾ കണ്ടിട്ട് ഐക്യത്ത് പോണ സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഉസ്താദിനെ കൊണ്ടുവരാന്നൊക്കെ തീരുമാനിച്ചത്. അതെ, ഞങ്ങൾ എന്താണോ സമസ്ത തീരുമാനത്തിനെതിരാണെങ്കിലോ സമസ്തന്റെ തീരുമാനം അഞ്ചു പറഞ്ഞ് കേൾക്കാൻ മുദ്രിക്കാണ്. ഇവിടെ മംഗലാപുരം പരിപാടിക്കൊക്കെ പങ്കെടുത്തില്ലോ? ആരും ഞാനും പങ്കെടുത്തിട്ടില്ല. സമസ്തന്റെ ആരും പങ്കെടുത്തിട്ടില്ല. ആരാ പങ്കെടുത്തത്? പാണക്കാട് തങ്ങൾ പങ്കെടുത്തപ്പോഴേ പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആളല്ലല്ലോ. പാടാക്കി കൊറേ ഉണ്ട്. ഇപ്പൊ എല്ലാം കൂടി ഒന്ന് കേൾപ്പിക്കാൻ ടൈമില്ല. എങ്ങനെയുണ്ട് കുട്ടിക്ക് അങ്ങോട്ട് ക്ലാസ്സിലാ ഇതാ പറ്റി പാടാക്കി വെച്ചിട്ട് എന്നാ അല്ല മൂല്യരെ ഇതേതാ സാധനം? ഞാൻ നേരത്തെ വായിച്ചില്ലേ? ഇതിലെന്താ ശംസുൽ ഉലമ പറഞ്ഞത്? ഓലപ്പം കൂടരുത് എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് പിന്നെ EK ഉസ്താദിന്റെ അനുയായികളാണെന്ന് പറയാനുള്ള ധാർമ്മിക അവകാശം എന്താണ്? നോക്കൂ നിങ്ങൾ, ഇതാരാ എഴുതിയത്? SYS എഴുതിയതല്ല, SSF എഴുതിയതല്ല, സിറാജിൽ വന്നതല്ല, ചന്ദ്രികയിൽ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയത്. ശംസുൽ ഉലമയുടെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹത്തിന്റെ പേരിൽ നാം പണിയുന്ന സ്മാരകം അതേതായിരിക്കണം? രണ്ട് സമസ്തയുടെയും പുനരേകീകരണമായിരിക്കണം.
നോക്കണങ്ങള്. ഇയാൾ പറഞ്ഞതോ അത് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EK സുന്നി എന്ന് ഇവരെ വിളിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇവര് ചേളാരി സുന്നി, അങ്ങനെയാണ് ഇവരെ വിളിക്കുന്നത്. അത് വെറുതെ പറഞ്ഞതല്ല. കേട്ടല്ലോ നിങ്ങൾ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞവരാണ് ഇവര്. കാണിക്കട്ടെ, കലാകൗമുദി വരട്ടെ. കലാകൗമുദിയിൽ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഉപ്പ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ ഓമനപുത്രൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനമാണിത്. മുസ്ലിങ്ങൾ കേൾക്കണം. ഇവർക്ക് വേണ്ടി സ്റ്റേജും പേജും അനുവദിച്ചു കൊടുക്കുന്ന, എന്ത് നെറുകേടി വരെ ചെയ്താലും സ്റ്റേഷനിൽ നിന്ന് ജാമ്യം വാങ്ങിച്ചു കൊടുക്കാനും ഇവരെ നിയമപരമായി രക്ഷപ്പെടുത്താൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാലോചിക്കണം. പാണക്കാട് തങ്ങളുടെ ആത്മാവ് പൊറുക്കുമോ ഇത്? ആ പാണക്കാട് തങ്ങൾ ഓമനപുത്രൻ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതിയ ലേഖനമാണത്. ഞങ്ങളുടെ ഉപ്പ. അതിനടുത്ത പേജ് കണ്ടോ, ചുവന്ന വരട്ട ഭാഗത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ, കോഴിക്കോടുള്ള ഒരു കാളി ചടങ്ങിലേക്ക്, ഒരു കാളി നിയമന ചടങ്ങിലേക്ക് പാണക്കാട്ട് തങ്ങൾ പോകുമ്പോ പാണക്കാട് തങ്ങളെ വണ്ടി റോട്ടിൽ വെച്ച് തടഞ്ഞതാരാണ്? RSSകാരോ BJPക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസുകാരോ ആയിരുന്നില്ല. ആ തടഞ്ഞതാരാണെന്നറിയോ? പാണക്കാട് തങ്ങൾ സമസ്തന്റെ ആരുമല്ല എന്ന് പറഞ്ഞ് കൊടപ്പനക്കൽ തറവാടിനെ ആക്ഷേപിച്ച് തള്ളിക്കളഞ്ഞവരില്ലേ? ആ സമസ്തയുടെ പ്രവർത്തകരായിരുന്നു SKSSFന്റെ പ്രവർത്തകർ, ചേളാരി സമസ്തയുടെ ആളുകൾ. അവരാണ് ആ വണ്ടി തടഞ്ഞത്. അവരെഴുതാണ്, അവരുടെ മോനാണ് എഴുതുന്നത്. വണ്ടി തടഞ്ഞിട്ട് പറഞ്ഞത്, തങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോകരുതാണ്. എന്ത് ചോദിച്ചു? അവിടെ AP ഉണ്ട് കാരണം. AP ഉണ്ടായിക്കോട്ടെ, AP ഉണ്ടായിട്ട് തന്നെ ഞാൻ പോണു കാരണം. എന്റെ ഇപ്പൊ അവിടേക്ക് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ടാണ് ഇവരിങ്ങനെ കൊടപ്പനക്കൽ തറവാട്ടിനൊക്കെ പോലീസ് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോ, ഉള്ള അനൗൺസിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞേക്കുമ്പോ, നിങ്ങൾക്ക് ഇനി എന്ത് പറയാനുള്ള ധാർമ്മിക അവകാശം ഉള്ളത്? ധാർമ്മിക അവകാശം എന്താ ഉള്ളത്? ഞങ്ങൾ തടയാൻ പോയിട്ടുണ്ടോ? പാണക്കാട് തങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഞങ്ങൾ ആരെങ്കിലും വണ്ടി അടയാൻ പോയിട്ടുണ്ടോ? അത് തടഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ഈ നാട്ടുകാരെ അറിയിക്കാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി മേലും ഇവിടെ വലിച്ചിട്ട്? ഇതൊന്നും ഇവിടുത്തെ ആൾക്കാരെ അറിയില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ നിങ്ങൾ അറിയിച്ചല്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ ഇന്നും ഞങ്ങളെ കയ്യിലുള്ള സാധനം, ഇതൊരു തലക്കെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞ് നടക്കാം. പക്ഷേ നിങ്ങളെ പണി ഞങ്ങൾക്ക് ഇല്ലാത്തോണ്ട്, പക്ഷെ ഇത് എരന്ന് ചോദിച്ചോണ്ട് നിങ്ങൾ കേട്ടോട്ടെ വിചാരിച്ചു. ഇനി പിന്നെന്താ പറച്ചില്? ശംസുൽ ഉലമയെ ചീത്ത പറയുന്നത് ഞമ്മളാണ്. അതിപ്പോ എല്ലായിടത്തും നിങ്ങൾ തിന്നിട്ട് ഇങ്ങനെ ഈ സദസ്സിലൊക്കെ അമ്മാരി സഹോദരിമാരൊക്കെ ഇങ്ങോട്ട് ഒപ്പം നിർത്താനുള്ള ഒരു പണി ഇവർക്ക് ഒന്നുമില്ലല്ലോ. വേറൊരു സ്വാതന്ത്ര്യ പ്രവർത്തനം ഇവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാനില്ല. ഒരു വീൽ ചെയർ കൊടുത്തത് ഇവിടെ ഇല്ല. ഇവരൊരു എന്തെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു കിടക്കെ തലയിനെ, കുറെ ആൾക്കാർ ആശുപത്രിയിൽ ഇവരെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു തലയിനെ, ഒരു ഓക്സിജൻ സ്റ്റാൻഡോ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളെ കൈകൊണ്ട് വേണ്ടേനും നിങ്ങൾ കൊടുക്കും വേണ്ട. ഒരു തൂക്കുപാത്രം കൂടി കൊടുക്കാത്ത ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്നാൽ ഇവരാകെ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു പണി എന്നറിയോ? കണ്ണിയത്തുസ്താദ് ഞങ്ങളെ കൂടെയായിരുന്നു. എന്ത് നിങ്ങളെ കൂടെ? ഈ കണ്ണിയത്തുസ്താദ് നിങ്ങൾക്കറിയോ? സമസ്ത പിളർന്നതിന് ശേഷം തന്നെയല്ലേ കണ്ണിയത്തുസ്താദ് നിങ്ങൾ മലപ്പുറത്തൊക്കെ കൊടുന്നിട്ടേ, മലപ്പുറത്ത് കൊടുന്നിട്ട് നിങ്ങൾ കണ്ണിയത്തുസ്താദിന് പറഞ്ഞു കൊടുക്കും. APക്കെതിരെ പറയാൻ വേണ്ടി പറയും. ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് ഹൈനുണ്ടോ എന്ന പ്രായം അങ്ങേ എത്തിയല്ലേ. ഇതിപ്പോ എന്താണ് AP ഇപ്പൊ എവിടെയുള്ളതൊന്നും കണ്ണിയത്തുസ്താദിന് അറിയണില്ലല്ലോ. കണ്ണിയത്തുസ്താദ് ഇടയ്ക്ക് ചോദിക്കാണ്, AP കുറച്ച് പ്രസംഗിക്കണം, എവിടെ AP എന്ന് ചോദിക്കുമ്പോ ഇത് APന്റെ പരിപാടിയല്ല, മൈക്ക് ഓഫ് ആക്കി കളി. നാട്ടുകാര് കേട്ട സത്യം അതൊക്കെ. എന്നിട്ട് ആ കണ്ണിയത്തുസ്താദിന് AP ഉസ്താദിന് രണ്ട് തട്ടിൽ നിർത്താനേ നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും നടക്കൂല. അതൊന്നും നടക്കൂല. വേറെ വല്ലതൊക്കെ പറഞ്ഞു നോക്കി. പിന്നെ പറയല് ശംസുൽ ഉലമയെ കണ്ണീരൊഴിപ്പിച്ചു, ശംസുൽ ഉലമയെ ചീത്ത പറഞ്ഞു. അങ്ങനെ വയത് അങ്ങനെ പ്രസംഗിക്കുന്ന ഒരു മൗലിയുടെ പ്രസംഗങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ആരത് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വിഘടിത വിഭാഗം വളർന്നതും ഈ ഒരവസ്ഥയിലെത്തിയതും മഹാന്മാരായ നിഷ്കളങ്കരായ ആലിമീങ്ങളുടെ ചുടുചോര മക്കി കുടിച്ചുകൊണ്ട് മാത്രമാണ്. പച്ചമാംസം ഭുജിച്ചുകൊണ്ട് മാത്രം തടിച്ചു കൊടുത്തവരാണ് വിഘടിത വിഭാഗക്കാർ. നിങ്ങൾ നോക്കൂ, മഹാനായ കണ്ണിയത്തുസ്താദൻ അങ്ങനെ മഹാനായ ശംസുലമയെ കഷ്ടപ്പെടുത്തിയില്ലേ? ശംസുലമയെ കഷ്ടപ്പെടുത്തി എന്ന് മാത്രമല്ല, ജനമധ്യത്തിൽ ശംസുലമയ്ക്ക് പേരില്ലാതെയാക്കണമെങ്കിൽ ശംസുലമയെ ആളുകൾക്കിടയിൽ പരിഹസിക്കണം. ആളുകൾക്കിടയിൽ പരിഹസിച്ചാലേ ഞങ്ങൾക്കുള്ള സമ്പത്ത് ജമാഅത്ത് വളരെ ഉഷാറായിട്ട് നടക്കൂ എന്നൊരു തോന്നൽ വിഘടിതർക്ക് വന്നു.
അങ്ങനെ അവര് മഹാനായ ശംസുലമക്കെതിരെ അവരുടെ നാവിലൂടെ എന്തൊക്കെ പറയാൻ കഴിയോ അത് മുഴുവനും മഹാനായ ശംസുലമക്കെതിരെ അവർ പറഞ്ഞു. ഇന്നവരൊക്കെ കണ്ണിയത് സ്മരണ ഇറക്കിയിട്ടുണ്ട്. ഇന്നവര് ശംസുലമയ ഏതൊരു സ്റ്റേജിൽ കയറാണെങ്കിലും മഹാനായ ശംസുലമൊക്കെ ഈ നാലാണ്ട് നീട്ടുന്ന കേട്ടാ നമ്മള് മൊയ്തേരെ നിക്കട്ടെ പ്രസംഗമൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ പറഞ്ഞ കാര്യമൊക്കെ പച്ചക്കള്ളം. നിങ്ങൾ കേട്ടെ എന്താ പറഞ്ഞത്? ശംസുലുലമ ജനങ്ങൾക്കിടയിൽ താറടിച്ചത് ഞമ്മളാണ്. ഒരു ശംസുലുലമന്റെ മൗലൂദ് ഓതുമായിരുന്നു. ഇതേതാ സാധനം? കളിയല്ല. ഇതാരിറക്കിയത്? മേലാറ്റൂരടുത്ത് അയാൾ മരണപ്പെട്ടു പോയി. ഞങ്ങളയാളെ പേര് പറയില്ല, തിരിയണ്ടവർക്ക് തിരിഞ്ഞുണ്ടാവും. നിങ്ങൾ ആ മൊയിലേരിറക്കിയതായിരുന്നത്. അയാളും നിങ്ങളുടെ ചേളാരി കമ്പനിയിലുള്ള പലരും കൂടി ഇറക്കിയതാ. ഇതിലെന്താ പറയുന്നത്? മഹാനായ ശംസുലുലമ തൃശൂർ ജില്ലയിൽ മഹല്ല് കാളിയായി നിയമിക്കപ്പെട്ട സമയത്ത് തൃശൂർ ജില്ലയിലെ അനവധി മഹല്ലുകളിലെ കാളിയായി നിയമിച്ചപ്പോ മഹല്ലിന്റെ കാളിയാകാൻ പോയിട്ട്, ഒരു ജില്ലന്റെ കാളിയാകാൻ പോയിട്ട്, പഞ്ചായത്തിന്റെ കാളിയാകാനുള്ള യോഗ്യത ശംസുലുലമക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയതാ. ശംസുലുലമയുടെ പല ഫത്വകളും മഹല്ലുകളിൽ ഫിത്ന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇതിന്റെ അകത്ത് എഴുതിയതാ. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1984 ജൂലൈയിലുള്ള മാപ്പിളനാട്, ഇതിലെന്താണ് നിങ്ങൾ എഴുതിയത്? ഈ എരപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ, ഈ ജാരസന്തതിയുടെ തന്തയേത്? 83 മാപ്പിളനാടിൽ എഴുതിയതെന്നറിയോ? EK അബൂബക്കർ മുസ്ലിയാർ ഒരു പണ്ഡിതനല്ലെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ആ സമയത്ത് മാപ്പിള നാട്ടുകാരന്റെ ഉത്തരം, ഇബ്ലീസിന്റെ പാണ്ഡിത്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നിട്ട് നിങ്ങളാ ശംസുലുലമന്റെ മൗലൂദ് പറയുന്നത്? മഹാനായ ശംസുലുലമ ഇത്രയും മോശമായി അവതരിപ്പിച്ചവരിൽ ബിദഈകൾ ഉണ്ടാകുമോ സഹോദരങ്ങളെ? അത്രയേക്കാൾ മോശമായിട്ട് ശംസുലുലമയുടെ അഭിമാന പിച്ച് ചീന്തി സമൂഹത്തിന് മുന്നിൽ അവരെ പരിഹസിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും ഇറക്കിയ നിങ്ങളാണോ ശംസുലുലമയുടെ പിൻഗാമികൾ എന്ന് പറയുന്നത്? അതിനുള്ള ധാർമ്മിക അവകാശം നിങ്ങൾക്കില്ല. ഇനി ശംസുലുലമയുടെ ജീവിതകാലത്ത് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ഫത്വകൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവരെത്രത്തോളം അംഗീകരിക്കണം എന്നിടക്ക് ബഹുമാനപ്പെട്ട ഏലംകുളം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആക്കോട് നടന്ന മുഖാമുഖം മുജാഹിദുകൾ തന്നെ വന്ന് ചോദിച്ച് രസകരമായി അവരുടെ സംശയങ്ങൾ തീരുവോളം ഉത്തരം പറഞ്ഞ് സംതൃപ്തി അടഞ്ഞു പോകുന്ന രംഗങ്ങൾ കാണിക്കുന്ന 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആദർശ മുഖാമുഖത്തിന്റെ CD ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ വാങ്ങിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ശംസുലുലമ ഇവരുമായിട്ട് ഒരു ബന്ധമില്ല. അതിന്റെ തെളിവാണ് ഞാൻ അടുത്ത് ഇനി കാണിക്കാൻ പോകുന്നത്. ശംസുലുലമയുടെ ജീവിതകാലത്ത് എഴുതി വെച്ച ഫത്വയാണ് എന്റെ കയ്യിലുള്ളത്. എന്താണ് അതിൽ പറയുന്നത്? ജുമഅക്ക് മുമ്പ്, ഈ മഹലിൽ ജുമഅക്ക് മുമ്പ് പ്രസംഗം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു APK പ്രശ്നമാക്കി മാറ്റി വരും. ജുമഅക്ക് മുമ്പ് പ്രസംഗിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ അറിയോ? പ്രസംഗി പറ്റൂല, APക്കാര് പറ്റും, പിന്നെ പ്രസംഗിക്കണ്ടെന്നാ പറയുന്നത്. എന്നാ പ്രസംഗിച്ചേ പറ്റൂ. സുഹൃത്തുക്കളെ, അത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല. മഹാനായ ശംസുലുലമയുടെ ഫത്വണ്ട്. നന്ദിയിൽ ലെറ്റർ കോംപ്ലക്സ് ദാറുസ്സലാമിന്റെ ലെറ്റർ പേഡിൽ ശംസുലുലമ എഴുതി കൊടുത്ത ഫത്വയാണത്. അദ്ദേഹത്തിന്റെ സ്മരണികൾക്ക് നിങ്ങൾ കൊടുവള്ളി അബ്ദുൽ ഖാദർ ശംസുലുലമയെ പരിചയപ്പെടുത്തിയതിൽ പറയുന്നത് എന്താണ്? ശംസുലുലമ ആ വിഷയത്തിലുള്ള നിലപാട് എന്തായിരുന്നു? നാട്ടിക മൂസോലിയരെ ജുമുഅ ഖുതുബ എന്നുള്ള ബുക്ക് എടുക്കി. എന്നിട്ട് നാട്ടിക മൂസോലിയരെ അതിലെഴുതിയ കാര്യം എന്താണെന്ന് നിങ്ങൾ നോക്കണം. എന്നാൽ ഈ കാര്യത്തിൽ ഇവർ ശംസുലുലമയെ തള്ളിയിട്ട് എന്നിട്ട് ഈ ഫത്വയെ സംബന്ധിച്ച് അവരുടെ ഒരു മുഖാമുഖത്തിൽ അവരുടെ ഒരു പ്രവർത്തകൻ ചോദിക്കുമ്പോ ഒരു മൂല്യേര് മറുപടി പറഞ്ഞു ഒപ്പിക്കാൻ പെടുന്ന പാടുമൊക്കെ നിങ്ങൾ ഫത്വയിലുള്ളതിനെ നേരെ തിരിമറി ചെയ്തിട്ട് 3-ാം ഖുതുബ വേണ്ടാന്നാണ് ശംസുലുലമ പറഞ്ഞത് എന്നുള്ളത് മലയാള പ്രസംഗം 3-ാമത്തെ ഖുതുബയൊക്കെ ആക്കി മാറ്റി അവതരിപ്പിച്ച് എങ്ങനെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് മുസ്ലിയാരെ മറുപടി പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. പ്രവർത്തകനാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ഇന്ന് കാണുന്ന ചില പള്ളികളിലെ ജുമാന്റെ മുമ്പുള്ള പ്രസംഗം, അത് ശംസുലുലമ ഹറാമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. ഇതിനെക്കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാണ്. ശംസുലുലമ ഹറാമാണ് എന്ന് പറയുന്നു, അത് വിശദീകരിക്കണമെന്നാണ് പറഞ്ഞത്. ചിലപ്പോ അതന്നെ ആയിരിക്കും ഉദ്ദേശം. ശരി.
അത് സംബന്ധിച്ച് ശംസുൽ ഉലമയുടെ ഒരു ഫത്വ അല്ലെങ്കിൽ എത്ത് എന്ന് പറയാവുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതില് ശംസുൽ ഉലമ അവരുടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എങ്ങനെ ഖുതുബക്ക് മുമ്പ് വേറൊരു ഖുതുബ പോയി മൂല്യര അല്ലല്ല നോണ പറയരുത്. അതല്ലേ മറ്റോരൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇയാൾക്ക് എന്ത് നോണയും പറയാനുള്ള തൊലിക്കട്ടിയുള്ള മനുഷ്യനെന്ന് ഓൽക്കും അറിയും. പലിശ ഹലാലാക്കിയ മൂല്യരത്. ആ മനുഷ്യനെ കൊണ്ട് ഈ നോണ പറയിപ്പിക്കണോ? അങ്ങനല്ല ഫത്വയിലുള്ളത്. വെള്ളിയാഴ്ച 1-ാം ബാങ്കിന്റെ ശേഷം ഖുതുബയും നമസ്കാരവുമാണ് ശറയിൽ പറഞ്ഞിട്ടുള്ളത്. സ്വഹാബത്ത് മുതൽക്കുള്ള നടപടിയും അത് തന്നെയാണ്. അറബിയിലുള്ള 2 ഖുതുബയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ 2 ഖുതുബക്ക് പുറമെ അതിനു മുമ്പ് ഒരു മലയാള പ്രസംഗം നടത്തുമ്പോ അത് ശറയിൽ പറയാത്ത അനുവദനീയമല്ലാത്ത കാര്യമാണ്. അത് പാടില്ല. ഇതാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമയോട് നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫത്വ അംഗീകരിക്കണ്ടേ? നിങ്ങൾ പിന്നെ എന്ത് ഇക്കെ സുന്നികളാ? അതുകൊണ്ട് പറഞ്ഞ EK ഉസ്താദിന്റെ ആത്മാവ് പൊറുക്കില്ല. ഏതായിരുന്നാലും ഈ ചേളാരി കമ്പനിയുടെ പോക്ക് ശരിയല്ലെന്നും ഈ പ്രസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ ഗതി അപകടത്തിലാകുമെന്നും അവരിൽ നിന്ന് തന്നെയുള്ള ചിലർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി.